ഹലോ, എല്ലാവർക്കും നമസ്കാരം. സൈലം PhD ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ് നിങ്ങളെല്ലാവരും എന്നറിയാം. അപ്പം ഒരുപാട് സമയം നമുക്ക് സംസാരിക്കാനില്ല. നമുക്ക് വളരെ വേഗം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് പരീക്ഷകളിൽ ഇപ്പം നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, ഈ 4 മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഈ 4 മേഖലകൾ ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ചുരുക്കി നമ്മൾ അതിവേഗത്തിൽ ഒന്ന് പറഞ്ഞു പോവാണ്. ആദ്യമേ ഞാൻ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ജിതിൻ രാജ് പെരിങ്ങാട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ. സോ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് സമീപകാലത്തായിട്ട് പരീക്ഷകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇത്, സിനിമ അല്ലേ. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, പരീക്ഷകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് എന്താ, മലയാള സിനിമ പിന്നിട്ട നാഴികക്കല്ലുകൾ എന്നാണ് അല്ലേ. അപ്പോൾ മലയാള സിനിമ പിന്നിട്ട നാഴികക്കല്ലുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ പേരുകൾ, പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന സിനിമകളുടെ പേരുകൾ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലേ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മലയാള സിനിമാ ചരിത്രമാണ്. ആദ്യം തന്നെ കാണുന്നത് 1928 ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് അല്ലേ. സിനിമയുടെ പേരെന്താ, വിഗതകുമാരൻ എന്നാണ്. വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രാധാന്യമൊക്കെ നമുക്കറിയാം. എന്താണ്, ഇതാണ് മലയാളത്തിലെ ആദ്യ സിനിമയാണ് അല്ലേ. മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആദ്യത്തെ സിനിമയാണ് ഇത്, വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയല്ലേ. ജെസ്സി ഡാനിയൽ എന്ന് പറയുന്ന മലയാള സിനിമയുടെ പിതാവ് ആരംഭിച്ച, തുടക്കം കുറിച്ച സിനിമ, PK റോസിയെ നായികയാക്കിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്ന സിനിമയാണ്. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചതും ആര് തന്നെയാണ്, ജെസ്സി ഡാനിയൽ തന്നെയാണ്. സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ വിഗതകുമാരൻ എന്ന സിനിമയുടെ ചരിത്രം മുഴുവനായിട്ട് നമ്മൾ കണ്ടതാണ്. നമ്മുടെ രണ്ടാമത്തെ സിനിമയിലേക്ക് പോയാലോ. 1933 ഒരു സിനിമയുടെ പേരാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, മാർത്താണ്ഡവർമ്മ എന്നാണ് സിനിമയുടെ പേര് അല്ലേ. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന സിനിമ PV റാവു സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്താണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് കേരള PSC പരീക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം ഒന്ന് നമുക്ക് നോക്കിയാലോ. മാർത്താണ്ഡവർമ്മ എന്ന സിനിമയുടെ പ്രത്യേകത എന്താണ്, ഇതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചരിത്ര സിനിമ അല്ലേ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചരിത്ര സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ അല്ല, മലയാളത്തിലേന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഒരു നോവലിനെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയിരിക്കുന്ന ആദ്യത്തെ സിനിമ കൂടിയാണ് ഇത്, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാൻ ചെയ്യപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ അതും മലയാള സിനിമയായ നമ്മുടെ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. PV റാവുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. 1938 നോക്കൂ, നമുക്ക് വളരെയധികം പരിചയമുള്ള സിനിമയാണ് ഏതാ, ബാലൻ അല്ലെ. ബാലൻ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ശബ്ദ സിനിമ അല്ലെ. ഈ സിനിമയുടെ പ്രത്യേകത എന്താണ്, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലൻ എന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്തത് എന്ന ചോദ്യമൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടല്ലേ. ആരാ സംവിധാനം ചെയ്തേ, നൊട്ടാണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ആദ്യമായിട്ട് ശബ്ദം കൊടുത്തിരിക്കുന്നത് ആരാന്നറിയോ, അലപ്പി വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ സിനിമയ്ക്ക് ശബ്ദം നൽകിയത്. അലപ്പി വിൻസെൻ്റ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് എന്താ, ഹലോ മിസ്റ്റർ എന്ന ഡയലോഗായിരുന്നു എന്നും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത സിനിമയിലേക്ക് പോവാം അല്ലേ. 1941 ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ പേരെന്താ, പ്രഹ്ലാദ എന്നാണ് പറയുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ, 1941 ഇറങ്ങിയ പ്രഹ്ലാദയാണ് മലയാള സിനിമയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആദ്യത്തെ പുരാണ സിനിമ. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ പുരാണ സിനിമയാണ് പ്രഹ്ലാദ. K സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്തൊരു സിനിമയാണ് കേട്ടോ പ്രഹ്ലാദ. ഓക്കെ, അടുത്ത സിനിമ നോക്കൂ, നിർമ്മല എന്ന് പറയുന്ന സിനിമ 1948 PJ ചെറിയാൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. ഏത്, നിർമ്മല. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിനു മുൻപ് പല സിനിമകളും 1948 മുൻപ് പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ ഒരു ഗാനം ഉൾപ്പെടുത്തുന്നത്, സംഗീതം ഉൾപ്പെടുത്തുന്നത് ഏത് സിനിമയിലാണ്, അത് നിർമ്മല എന്ന സിനിമയിലാണ് കേട്ടോ. ഈ ഗാനത്തിനൊരു പ്രത്യേകതയോടെയുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ഗാനം എഴുതിയത് ആരാന്നറിയോ, നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിരുന്ന
ഓടക്കുഴൽ എന്ന കൃതിയിലൂടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ. അപ്പോൾ ജി ശങ്കരക്കുറുപ്പ് ഗാനം എഴുതി മലയാള സിനിമയിൽ സംഗീതം ആരംഭിച്ചു. അതുകൊണ്ട് നിർമ്മലയുടെ പ്രത്യേകത എന്താ? സംഗീതം ഉൾപ്പെടുത്തിയ ആദ്യത്തെ സിനിമയാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. PJ ചെറിയാനാണ് സംവിധാനം ചെയ്തത്. ജി ശങ്കരക്കുറുപ്പാണ് ഇതിൽ ഗാനങ്ങൾ രചിച്ചത്. ജി ശങ്കരക്കുറുപ്പ് ഗാനങ്ങൾ രചിച്ച സിനിമ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അതിനുശേഷം ഒരാൾ കൂടി കള്ളനായി, ഒളിപ്പോര് എന്നീ സിനിമകൾക്കും ജി ശങ്കരക്കുറുപ്പ് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത സിനിമ ഏതാണ്? ജീവിത നൗക എന്ന് പറയുന്ന സിനിമയാണ്. 1951 ഇറങ്ങിയ ജീവിത നൗക എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ PSCയിലെ ചോദ്യം ഇതാണ്: ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ്. ആയിരത്തി 1951 വരെ നമ്മുടെ മലയാളത്തിൽ ഇറക്കിയ സിനിമകളൊക്കെ എന്തായിരുന്നു? സാമ്പത്തികമായി പരാജയമായിരുന്നു അല്ലേ? അപ്പോൾ ബോക്സ് ഓഫീസ് ഹിറ്റ് ലഭിക്കുന്നത് ആദ്യമായിട്ട് എപ്പോഴാണ്? 1951 ജീവിത നൗക എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്കൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് കിട്ടുന്നത്. മുതൽ മുടക്കിനേക്കാൾ കൂടുതൽ പൈസ തിരിച്ചു കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ബോയ്, അടുത്ത സിനിമയാണ് ഇത്. ന്യൂസ് പേപ്പർ ബോയ് 1955 ഇറങ്ങിയിരിക്കുന്ന ന്യൂസ് പേപ്പർ ബോയെ കുറിച്ച് നമ്മുടെ PSCയിൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇതാണ് ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമ. ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമ എന്നറിയപ്പെടുന്നത് ന്യൂസ് പേപ്പർ ബോയ് ആണ്. 1961 സിനിമ നോക്കൂ. കണ്ടം വെച്ച കോട്ട്, കേട്ട് പരിചയമുള്ള സിനിമയാണല്ലോ. എന്താണ് ആദ്യത്തെ കളർ സിനിമയാണ് ഇത്? കണ്ടം വെച്ച കോട്ട് അല്ലേ. 1964 വന്നിരിക്കുന്ന സിനിമയാണ് ഭാർഗവി നിലയം. ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ആ പേര് തന്നെയുണ്ട്. എന്താണ്? മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആദ്യത്തെ ഹൊറർ സിനിമയാണ്. മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആദ്യത്തെ ഹൊറർ സിനിമയുടെ പേരാണ് ഭാർഗവി നിലയം എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം അല്ലേ. 1978 പോവും. 1978 ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് ഇത്, തച്ചോളി അമ്പു. തച്ചോളി അമ്പു എന്ന സിനിമയുടെ പ്രത്യേകത എന്താ? നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? തച്ചോളി അമ്പു. തച്ചോളി അമ്പുവിൻ്റെ പ്രത്യേകതയാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് സിനിമ. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് സിനിമ എന്നറിയപ്പെടുന്നത് തച്ചോളി അമ്പു ആണല്ലേ. അടുത്ത സിനിമ നോക്കിയാലോ. 1982 ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് ഇത്, പടയോട്ടം. പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ടെക്നിക്കലി, അതായത് ചെറിയ സ്ക്രീനിൽ നിന്നൊക്കെ വലിയ സ്ക്രീനിലേക്ക് സിനിമയുടെ മാറ്റം വരുന്നത് പടയോട്ടത്തോടു കൂടിയാണ്. മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമയാണ് ഇത്, പടയോട്ടം അല്ലേ. മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമ 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ പറയുമ്പോഴേക്ക് തന്നെ അറിയാലോ ഈ പ്രാധാന്യം, ഈ സിനിമയുടെ പ്രാധാന്യം എന്താ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D സിനിമ. കേരളത്തിലെ എന്നോ മലയാളത്തിലെ എന്നോ മാത്രമല്ല പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടൊരു 3D സിനിമ ഇറക്കിയത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലാണ്. ഓക്കെ, അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ഓ ഫാബി 1993 ഇറക്കിയിരിക്കുന്ന ഓ ഫാബി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാണ് മലയാളത്തിൽ ഇറക്കിയിരിക്കുന്ന ആദ്യത്തെ ആനിമേഷൻ സിനിമ. മലയാളത്തിൽ ഇറക്കിയിരിക്കുന്ന ആദ്യത്തെ ആനിമേഷൻ സിനിമയാണ് ഇത്, ഓ ഫാബി എന്ന സിനിമ. 1996 ഇറക്കിയിരിക്കുന്ന സിനിമയാണ് ഇത്, കലാപാനി. കാലാപാനി എന്ന് പറഞ്ഞ സിനിമ വന്നതോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞ സിനിമയാണ് അല്ലേ. പുതിയ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ തിയേറ്ററുകളിലേക്കൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയ കാരണമായൊരു സിനിമയായിരുന്നു ഇത്, പ്രിയദർശൻ സംവിധാനം ചെയ്ത കലാപാനി എന്ന സിനിമ. കാരണം ഈ സിനിമയാണ് ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ സിനിമ. ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ സിനിമയാണ് കലാപാനി എങ്കിൽ മില്ലേനിയം സ്റ്റാർസ് നമുക്ക് പരിചയം ഉണ്ടാവും അല്ലേ. പാട്ടിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു സിനിമയായിരുന്നു മില്ലേനിയം സ്റ്റാർസ്. ജയറാമും ബിജു മേനോനും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. ഒരുപാട് മികച്ച ഗാനങ്ങളുള്ളൊരു സിനിമയായിരുന്നു അല്ലേ മില്ലേനിയം സ്റ്റാർസ്. മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? DTS ടെക്നോളജി ഉപയോഗിച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയാണ് ഇത്,
മില്ലേനിയം സ്റ്റാർസ് 2006 വന്നിരിക്കുന്ന മൂന്നാമതൊരാൾ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ. നമ്മൾ പണ്ടത്തെ ആ റീല് കറക്കുന്ന പരിപാടിയൊക്കെ അല്ലേ, അതൊക്കെ മാറ്റി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് മൂന്നാമതൊരാൾ മംഗ്ലീഷ്. മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമ പരിചയം ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച സിനിമയാണല്ലേ മംഗ്ലീഷ് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ആദ്യമായിട്ട് ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടെക്നിക്കലി ഉള്ള ഒരു സംവിധാനമാണ്. ശബ്ദത്തിൻ്റെ പുതിയ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് പരീക്ഷണത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫസ്റ്റ് സിനിമയായിരുന്നു ഇത് മംഗ്ലീഷ് എന്ന് പറയുന്നത്. അടുത്ത സിനിമ ഏതാ? 2017 വില്ലൻ അല്ലേ. മംഗ്ലീഷ്, വില്ലൻ നമ്മുടെ മമ്മൂക്ക ഫാൻസിനും ലാലേട്ടൻ ഫാൻസിനും ഒക്കെ ഉള്ള സിനിമകളാണ്. മംഗ്ലീഷ് നമ്മൾ പറഞ്ഞു ഡോൾബി അറ്റ്മോസ് ആണെങ്കിൽ, വില്ലൻ എന്ന സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വില്ലൻ എന്ന് പറഞ്ഞ സിനിമയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു 8K റെസല്യൂഷനിൽ പുറത്തു വന്നിരിക്കുന്ന സിനിമ. അതായത് പിക്ചർ ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത് അല്ലേ. 8K റെസല്യൂഷനിൽ ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്ന സിനിമയാണ് വില്ലൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പല തിയേറ്ററുകളൊന്നും അത്രമാത്രം വളർന്നിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. എന്നാലും 8K 4K സ്ക്രീനുകളൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. 8K പരീക്ഷിച്ച സിനിമയായിരുന്നു വില്ലൻ. എന്നാലും സാമ്പത്തികമായിട്ട് എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങളൊന്നും കൊയ്തിട്ടില്ല എങ്കിൽ പോലും ഈ സിനിമ നമുക്ക് മറക്കാൻ പറ്റില്ല. 8K റെസല്യൂഷൻ. 2020 ഒരു സിനിമയിലേക്കാണ് നമ്മൾ പോകുന്നത്. സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് സൂഫിയും സുജാതയും എന്നാണ്. സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത എന്താ? 2020 ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കൊറോണ പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് സമയം കളയാൻ വേണ്ടി എന്ത് ചെയ്തു? OTT ആയിട്ട് ഇറക്കിയിരിക്കുന്ന സിനിമയായിരുന്നു ഇത്. സൂഫിയും സുജാതയും OTT ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ആദ്യത്തെ സിനിമയാണ് സൂഫിയും സുജാതയും എന്ന കാര്യം ഓർത്തു വയ്ക്കുക. സോ നമ്മൾ സിനിമ എന്ന് പറയുന്ന മേഖലയിലെ പിന്നിട്ട നാഴികക്കല്ലുകളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ പലതവണ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചില സിനിമകളും ആ സിനിമയുടെ പ്രത്യേകതകളും എന്ന് കരുതി സിനിമ നമുക്കിവിടെ തീരുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ദേശീയ പുരസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ചോദ്യം വരാറൊക്കെ ഉണ്ട്. നമുക്കെല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകാനുള്ള സമയം ഇല്ല. കാരണം എന്താ? 2 മണിക്കൂർ കൊണ്ട് കല, സാഹിത്യം, സംസ്കാരം, കായികം എല്ലാ മേഖലയും നമുക്കൊന്ന് വളരെ വേഗത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പോവുകയാണ്. സോ നമ്മൾ ഇനി പോകുന്നത് കേരള PSC പരീക്ഷയിൽ കലാസാഹിത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലേ, കേരളത്തിലെ കലകൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞൊരു ഭാഗവും കൂടിയാണ് ഇത്, കേരളീയ കലകൾ എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ കേരളീയ കലകൾ നമ്മളൊന്ന് വളരെ വേഗത്തിലൊന്ന് ചർച്ച ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളീയ കലകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. പലരും പല കലകളും എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ എടുത്ത് പഠിക്കുന്നു, അവസാനം എല്ലാം കൂടെ മറന്നുപോകുന്നു. നിങ്ങൾ ആദ്യം തന്നെ കലകൾ പഠിക്കുന്ന സമയത്ത് അറിയേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരളീയ കലകൾ പഠിക്കുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? കേരളത്തിലെ കലകളെല്ലാം മലയാള ഭാഷയിലല്ല എന്നൊരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാ? എഴുത്തച്ഛനാണ് അല്ലേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഈ എഴുത്തച്ഛൻ ജനിക്കുന്നത് 1495 അതായത് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. 1600 സംതിങ്ങിൽ, അതായത് 16ാം നൂറ്റാണ്ടിൽ, അതായത് 1500 സംതിങ്ങിൽ 16ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്ത് ചെയ്യുന്നത്? മലയാള ഭാഷ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു നല്ല ഭാഷയാക്കി മാറ്റുന്നത് 16ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഈ 16ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ മലയാള ഭാഷ സൃഷ്ടിച്ചു എങ്കിലും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. അതിന് മുൻപുള്ള കാലം ഇവിടെ വ്യക്തമായൊരു മലയാളം ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ കേരളീയ കലകൾ പരിശോധിക്കുമ്പോഴും എഴുത്തച്ഛന് മുൻപുള്ള കലകളൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെയൊക്കെ ഭാഷ എന്തായിരിക്കും? മലയാളമായിരിക്കില്ല, പകരം സംസ്കൃതമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ഏറ്റവും പഴയ കലകളെല്ലാം സംസ്കൃത കലകളായിരിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ, കേരളീയ കലകൾ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാദ്യോപകരണം അല്ലേ. വാദ്യോപകരണങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. കേരളത്തിലെ പഴയ കലകൾക്ക് പഴയ വാദ്യമല്ലേ ഉണ്ടാവുക? ഏതായിരിക്കും കേരളത്തിലെ പഴയ വാദ്യം എന്ന് പറഞ്ഞാൽ? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വാദ്യോപകരണം ഏതാണെന്നറിയോ? അത് മിഴാവാണ്. കണ്ടാൽ തന്നെ അറിയാലോ,
എന്താണ് പഴയ വാദ്യമാണ് അല്ലെ, വലിയൊരു പാത്രം പോലെ നമുക്ക് കാണാം. അതിൻ്റെ വിഷ്വലൊക്കെ ഞാൻ കാണിച്ചു തരാം. വലിയൊരു പാത്രം പോലെ ഒരു സാധനമാണ് മിഴാവ് എന്ന് പറയുന്നത്. ഈ മിഴാവാണ് പഴയ വാദ്യം. മിഴാവിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന മറ്റൊരു വാദ്യോപകരണം കൂടെ ഉണ്ട്. ഏതാണെന്നറിയോ? കുഴിത്താളം എന്ന് പറയും. കുഴിത്താളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ള വാദ്യം തന്നെയാണ്. ഇലത്താളം നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെണ്ടക്കാരുടെ കയ്യിലുള്ള ഇലത്താളം. അതിനൊന്ന് ചെറുതാക്കി സങ്കല്പിച്ച് നോക്കി. വളരെ ചെറിയ സാധനം. ഭജന പാടുമ്പോഴൊക്കെ കൊട്ടുന്ന, ഇപ്പം ഭജന എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ കാണുന്നവരായിരിക്കും, റീൽസ് കാണുന്നവരായിരിക്കും. അവരുടെയൊക്കെ കയ്യിൽ കണ്ടിട്ടില്ലേ 2 ചെറിയ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പേരാണ് കുഴിത്താളം. സോ ആദ്യത്തെ വാദ്യങ്ങൾ ഇതാണ്, മിഴാവും കുഴിത്താളവുമാണ്. അതുകൊണ്ട് തന്നെ പഴയ കലകൾക്കെല്ലാം ഉപയോഗിക്കുന്ന വാദ്യം എന്ത് തന്നെയായിരിക്കും? മിഴാവും കുഴിത്താളവും ആയിരിക്കും. സ്വാഭാവികമാണ്. നോക്കൂ, ഈ മിഴാവ്, കുഴിത്താളം, സംസ്കൃതം, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. കാരണം കലകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ കാലത്ത് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് കലാരൂപം വേണമെങ്കിലും പഠിക്കാം, അവതരിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. പണ്ട് കാലത്ത് എല്ലാ കലകളും എല്ലാവർക്കും അവതരിപ്പിക്കാനുള്ള അവകാശമില്ല, കാണാൻ പോലും അവകാശമില്ലായിരുന്നു അല്ലേ? സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലകളെ പോലും വേർതിരിച്ചൊരു നാടാണ് കേട്ടോ നമ്മുടെ നാട് പണ്ട് കാലത്ത്. അപ്പം അന്ന് കലകൾ അവതരിപ്പിക്കാൻ അർഹതയുണ്ടായിരുന്നത് 2 സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നു. ഒന്ന് ചാക്യാന്മാർക്ക്, മറ്റൊന്ന് നമ്പ്യാന്മാർക്ക്. ചാക്യാരും നമ്പ്യാരുമാണ് കലകളുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ചാക്യാരാണ് എപ്പോഴും അഭിനയവുമായിട്ട് മുന്നോട്ട് പോവുക. ഏതൊരു കലയിലെയും അഭിനയം എപ്പോഴും ആരുടെ അവകാശമാണ്? ചാക്യാരുടെ അവകാശമാണ്. എന്നാൽ നമ്പ്യാരോ? നമ്പ്യാരുടെ തൊഴിലെന്താ? വാദ്യം കൈകാര്യം ചെയ്യുന്നവരാണ് നമ്പ്യാർ കുടുംബം. ഓർത്തു വെക്കുക, ഈ വാദ്യം എന്ന് പറയുമ്പോൾ 2 വാദ്യമില്ലേ? മിഴാവും ഉണ്ട്, കുഴിത്താളം ഉണ്ട് അല്ലേ? മിഴാവ് കൊട്ടുന്ന ആളാണ് നമ്പ്യാർ. അപ്പോൾ കുഴിത്താളം കൊട്ടുന്ന ആരാ? മറ്റൊരു നമ്പ്യാരാണോ? അല്ല. ഈ നമ്പ്യാർ കുടുംബത്തിലുണ്ടായിരുന്ന സ്ത്രീകളില്ലേ, അവരെ നമ്മൾ എന്താ വിളിക്കുക? നങ്ങ്യാർ സ്ത്രീകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ നങ്ങ്യാർ സ്ത്രീകളാണ് കുഴിത്താളം കൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ചാക്യാർ അഭിനയിക്കുന്നു, നമ്പ്യാർ മിഴാവ് കൊട്ടുന്നു, നങ്ങ്യാർ സ്ത്രീകൾ കുഴിത്താളം കൊട്ടുന്നു എന്നൊരു പാറ്റേണിലായിരുന്നു ആദ്യകാല കലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? അപ്ഡേഷൻ വേണ്ടേ? ഏതൊരു മേഖലയിലും മാറ്റങ്ങൾ വരും അല്ലേ? അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ സമയത്താണ് വാദ്യങ്ങളിൽ ചെറിയൊരു മാറ്റം വരുന്നത്. മിഴാവൊക്കെ പഴയ വാദ്യമായി, പുതിയ വാദ്യം വന്നു. ഏതായിരുന്നു? മദ്ദളം. അല്ല, മിഴാവിന് പകരം പിന്നീട് മദ്ദളം വന്നു. ആ കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് മദ്ദളത്തിലേക്ക് നമ്മുടെ വാദ്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കലകൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. മദ്ദളം തന്നെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന മദ്ദളം തൊപ്പി മദ്ദളം എന്നൊരു മദ്ദളമായിരുന്നു. തൊപ്പി മദ്ദളം. പിന്നീട് എന്തായി? ആ മദ്ദളം വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത പേരാണ് ശുദ്ധമദ്ദളം എന്ന് പറയും. തൊപ്പിമദ്ദളം പിന്നീട് ശുദ്ധമദ്ദളമായി. പിന്നീട് അതിലേക്ക് ചേങ്ങില വരുന്നു, കുഴിത്താളം വലുതായി ഇലത്താളമായി മാറുന്നു. അങ്ങനെയാണ് നമ്മുടെ വാദ്യങ്ങൾക്ക് വന്നിരിക്കുന്നൊരു മാറ്റം എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി നോക്കൂ, നമ്മൾ കേരളത്തിലെ കലകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ കലയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യത്തെ കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. കൃത്യമായിട്ട് നമുക്കതിൻ്റെ വർഷം ഒന്നും അറിയില്ല എങ്കിൽ പോലും ചില നൂറ്റാണ്ടുകളിലൂടെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യത്തിലെ 2ാം ചേര സാമ്രാജ്യ ഭരണം നടക്കുന്ന കാലത്ത് കുലശേഖര ആൾവാർ അല്ലെങ്കിൽ കുലശേഖര വർമ്മ എന്നറിയപ്പെടുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? അതിനു മുൻപുണ്ടായിരുന്ന ഒരു കലാരൂപത്തെ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടി ഒരു വൃത്തിയായ ഘടനയോടുകൂടി രൂപീകരിച്ചതായിട്ടാണ് കേരളത്തിലെ ആദ്യ കലാരൂപത്തിൻ്റെ ഉത്ഭവമായിട്ട് നമ്മൾ പറയുന്നത്. എന്താണ് എന്ന് ഞാൻ വിശദമായിട്ട് പറയാം. കേരളത്തിൽ പണ്ട് കാലത്തൊക്കെ പല കലകളും ഉണ്ടായിരുന്നു, പക്ഷേ വൃത്തിയായൊരു ഘടനയൊന്നുമില്ല. ആരെങ്കിലും ഒരാളൊക്കെ വന്നിട്ട് അവതരിപ്പിച്ചങ്ങ് പോവും. എന്നാൽ നമ്മൾ പഠിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഈ അംഗീകൃത കലാരൂപമില്ലേ, ഈ അംഗീകൃത കലാരൂപം, കേരളത്തിലെ ആദ്യത്തെ കലാരൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് 1-ൽ കൂടുതൽ കലാകാരന്മാർ ഒരുമിച്ച് ഒരു വേദിയിൽ കൂടിക്കൊണ്ടാടിയ കലയിൽ നിന്നുമാണ് കേരളീയ കലയുടെ ആരംഭം. ഇത്ര പറഞ്ഞപ്പോഴേക്കും തന്നെ കലയുടെ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? കേരളത്തിലെ ആദ്യത്തെ കലാരൂപം ഏതാണ്? കൂടിയാട്ടം അല്ലേ? കേരളത്തിലെ ആദ്യത്തെ കലാരൂപം കൂടിയാട്ടമാണ്. അതിനെങ്ങനെ പേര് കിട്ടി? കൂടിക്കൊണ്ടാടിയ. ആദ്യത്തെ കലയായതുകൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം? കലകളുടെ മുത്തശ്ശിയാണ് കൂടിയാട്ടം അല്ലേ? കലകളുടെ മുത്തശ്ശിയാണ് കൂടിയാട്ടം. കൂടിക്കൊണ്ടാണല്ലേ അഭിനയിച്ചേ? കൂടിക്കൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഒരു വിശേഷണം കൂടെ ലഭിക്കുവാണ്. കേരളത്തിലെ ആദ്യത്തെ സംയോജിത കലാരൂപമാണ് ഇത് കൂടിയാട്ടം എന്ന് പറയുന്നത്.
കേരളത്തിലെ ആദ്യത്തെ സംയോജിത കലാരൂപം. ഇപ്പം ഇതിൻ്റെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ, ഇത് കൂടിയാട്ടം തന്നെയാണോ, ഇത് കൂടിയാട്ടമാണോ അല്ലെങ്കിൽ കഥകളിയാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഒന്നുകൊണ്ടും സംശയിക്കേണ്ട, ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നോക്കൂ, എന്താ നിങ്ങളിപ്പോൾ കാണുന്നേ? മിഴാവെന്ന വാദ്യം കൊട്ടുന്നതാണല്ലേ. കഥകളിയിൽ മിഴാവുണ്ടോ? ഇല്ല, കഥകളിയിൽ മിഴാവൊന്നുമില്ല കേട്ടോ. മിഴാവ് എവിടെയാ? ആദ്യത്തെ കലയിലാണ്, പഴയ കലയിലാണ് ഉണ്ടാവുക. സോ പഴയ കലയായ കൂടിയാട്ടം തന്നെയാണ്, ചിത്രം മാറിപ്പോയിട്ടൊന്നുമില്ല. സോ കൂടിയാട്ടമാണ് കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നു, ആദ്യത്തെ സംയോജിത കല എന്നറിയപ്പെടുന്നു. ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, കേരളത്തിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ, അവതരിപ്പിക്കാൻ ഒരു കലാരൂപത്തിൻ്റെ പേര് ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അഭിനയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യം കഥകളി എന്നാണ്. കഥകളി അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടിയാട്ടം കാണാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം കഥകളിയേക്കാൾ ബുദ്ധിമുട്ടുള്ള കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഥകളിയേക്കാൾ ബുദ്ധിമുട്ടുള്ള കലാരൂപം ആയതുകൊണ്ട് തന്നെയാണ് കൂടിയാട്ടത്തെ നമ്മൾ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത്. അഭിനയത്തിൻ്റെ അമ്മ. കൂടിയാട്ട പരിശീലകരോട് ചോദിച്ചാൽ അറിയാം, 10 വർഷത്തെ ദീർഘ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ കൂടിയാട്ടം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ 10 വർഷക്കാലം അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കൃഷ്ണമണി ചലിപ്പിക്കുന്നു, തല ചലിപ്പിക്കുന്നു, നോട്ടങ്ങൾ പോകുന്നു. ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു മികച്ച രീതിയിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ രസഭാവാഭിനയങ്ങളുടെ പരിസമാപ്തി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഇത് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറഞ്ഞ കലാരൂപം സകല കല എന്നറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? നാടകം എന്ന് പറഞ്ഞൊരു കലാരൂപത്തിൽ ഒരു കലാകാരന് വേണ്ട കഴിവെന്താ? അഭിനയിക്കാനുള്ള കഴിവ്. കഥകളിയിലെ കലാകാരന് വേണ്ട കഴിവെന്താ? ആംഗ്യ ഭാഷകൾ ഉപയോഗിക്കാനുള്ള കഴിവ്. കാരണം ആംഗിക പ്രധാനമാണ് കഥകളി. കൂത്തിലെ പ്രാധാന്യം എന്താ? കൂത്തെന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ പ്രാധാന്യം വാച്യപ്രധാനമാണ്, അല്ലെ? ഡയലോഗ് അടിക്കാനുള്ള കഴിവാണ് എന്തിനു വേണ്ടേ? കൂത്തിനു വേണ്ടത്. എന്നാൽ ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് എന്ത്? കൂടിയാട്ടം. അതുകൊണ്ടാണ് അഭിനയപ്രധാനമായ നാടകവും ആംഗിക പ്രധാനമായ കഥകളിയും വാച്യപ്രധാനമായ കൂത്തും സംഗമിക്കുന്ന സകല കല എന്നൊക്കെ ഏതറിയപ്പെടുന്നത്? ഈ കൂടിയാട്ടം അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഈ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപം നമ്മുടെ കുലശേഖര വർമ്മ രൂപീകരിക്കാനുള്ള കാരണം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയത് കൊണ്ടായിരുന്നു. സുഭദ്രാ ധനഞ്ജയം എന്ന് പറയുന്ന ഒരു സംസ്കൃത നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയാട്ടം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, കൂടിയാട്ടം എന്താ? ഒരു നാടക രൂപത്തിലുള്ളൊരു കലാരൂപമാണ്, അല്ലേ? കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടകമാണ് ഇത്. കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടകം ഇപ്പോഴും നിലനിൽക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും സജീവമൊന്നുമല്ല ഈ കലാരൂപം. ഇത് കാണണമെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. രണ്ടും തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വടക്കുന്നാഥ ക്ഷേത്രത്തിലും വഴിപാട് പോലെ നടത്തുന്ന കലാരൂപമാണ് ഇത് കൂടിയാട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിസ്സാര കലാരൂപമല്ല കേട്ടോ. നിങ്ങളിതിനെക്കുറിച്ച് അറിയാത്ത ചില കാര്യമുണ്ട്. എന്താ? 2001 യുനെസ്കോയുടെ സമ്മേളനം പാരീസിൽ വെച്ച് നടന്ന സമയത്ത് മാർഗി സതി അല്ലെങ്കിൽ PS സതീദേവി എന്ന് പറയുന്ന മലയാളിയായ കലാകാരി, ഈ കലാകാരി മാർഗി സതിയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, അല്ലേ? നോട്ടം എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിൽ അഭിനയിച്ച നായികയാണ് മാർഗി സതി. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള സിനിമയായിരുന്നു നോട്ടം. നെടുമുടി വേണു ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഈ മാർഗി സതി അല്ലെങ്കിൽ PS സതീദേവി എന്ത് ചെയ്യുവാണ്? 2001 പാരീസിൽ പോയിട്ട് നമ്മുടെ കൂടിയാട്ടം അവതരിപ്പിച്ചു. ആ കൂടിയാട്ടം നേരിട്ട് കണ്ട യുനെസ്കോ ഉദ്യോഗസ്ഥരെന്ന എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നമ്മുടെ കൂടിയാട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമാണ് ഈ കൂടിയാട്ടം. അവർ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം കൊടുത്തു നമ്മുടെ കൂടിയാട്ടത്തിന്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടുക എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന കലാരൂപം ഏതാ? അത് കൂടിയാട്ടമാണ്, നിസ്സാര കലാരൂപമല്ല. ഇത് അവതരിപ്പിക്കുന്നത് എവിടെയാ? കൂത്തമ്പലത്തിലാണ്, അല്ലെ? ക്ഷേത്രത്തിൽ ഒരു കലാമണ്ഡലം സൃഷ്ടിച്ചു. ആ കലാമണ്ഡലത്തിനൊരു പേര് കൊടുത്തു. എന്താ? കൂത്തമ്പലം. ആദ്യകാലഘട്ടങ്ങളിലൊന്നും ഇവിടെ കൂത്തമ്പലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കൂടിയാട്ടം പോലുള്ള കലകൾ വന്നപ്പോഴാണ് കൂത്തമ്പലം നിർമ്മിക്കുന്നത്. ആ കൂത്തമ്പലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശില്പരത്ന എന്ന പുസ്തകമായിരുന്നു ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ശില്പരത്ന എന്ന് പറഞ്ഞാൽ ശ്രീകുമാര എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെ? ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ കൂത്തമ്പലം നിർമ്മിക്കുവാൻ പരിഗണിക്കുന്ന ഗ്രന്ഥമാണ് ഇത് ശില്പരത്ന എന്ന് ഓർത്ത് വെക്കണം. ശില്പരത്ന എഴുതിയിരിക്കുന്ന ആരാ? അത് ശ്രീകുമാരയാണ്, അല്ലേ? ഓക്കെ, നമ്മൾ അതിവേഗത്തിൽ പറഞ്ഞു പോവുകയാണ് കേട്ടോ.
അപ്പോൾ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കായെന്ന് കരുതുന്നു. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൂടിയാട്ടം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് നമ്മുടെ കുലശേഖര വർമ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കലാരൂപത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ സ്ത്രീകൾ തന്നെ അവതരിപ്പിച്ചിരിക്കണം എന്നൊരു നിയമം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടിയാട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ സ്ത്രീകൾ തന്നെ അവതരിപ്പിക്കണം. അതായത് മറ്റ് കലകളിലൊക്കെ എന്ത് ചെയ്യാം, പുരുഷന് വേണമെങ്കിൽ സ്ത്രീ രൂപം കെട്ടിയിട്ട് അഭിനയിക്കാൻ പറ്റും. അത് കൂടിയാട്ടത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നോക്കൂ, കൂടിയാട്ടത്തിൽ അഭിനയിക്കാൻ നായികയായിട്ട് ആരഭിനയിക്കണം? നായകനാരാ? ചാക്യാരാണ്. നായിക ആരാവണം? ചാക്യാർ കുടുംബത്തിലെ സ്ത്രീകളായിരിക്കണം. ആരാ? ഇല്ലോടമ്മ എന്നാണ് നമ്മൾ പറയുക. പക്ഷെ സത്യം എന്താണെന്നറിയോ? ഇല്ലോടമ്മമാരെ ഇല്ലത്തിന് പുറത്ത് വിടാറില്ലായിരുന്നു കേട്ടോ. അവർക്ക് അഭിനയിക്കാനൊന്നും സ്വാതന്ത്ര്യം ചാക്യാർ നൽകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നായിക ആരല്ല? ഇല്ലോടമ്മയല്ല. ഇതിലെ നായിക ആരാണ്? നമ്മുടെ കുഴിത്താളം കൊട്ടാൻ വേണ്ടി വരുന്ന നമ്മുടെ നങ്ങ്യാർ സ്ത്രീകളാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നായകൻ ചാക്യാരായിരിക്കും, നായിക നങ്ങ്യാരായിരിക്കും. നങ്ങ്യാര് തന്നെയാണ് കുഴിത്താളം കൊട്ടാറുള്ളത്, നമ്പ്യാരായിരിക്കും മിഴാവ് കൊട്ടാറുള്ളത്. ആ രീതിയിൽ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപം മുന്നോട്ട് പോയി. അപ്പം നമുക്ക് കൂടിയാട്ടത്തെ, വളരെ പ്രധാനപ്പെട്ട കൂടിയാട്ടത്തിൻ്റെ പോയിന്റുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. നോക്കൂ, കൂടിയാട്ടം ഇറ്റ് ഈസ് ദ ഓൺലി സർവൈവിങ് specimen of the ancient Sanskrit drama. ഓക്കെ, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പുരാണ സംസ്കൃത നാടകമാണ് ശരിക്കും ഏത് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഡ്രാമ, ഇത് ശരിക്കും ഒരു നാടകമാണ്. ക്ലിയർ? പലപ്പോഴും ഈ ഒരു വാക്ക് പല സ്ഥലത്തും വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആർട്ട് ഫോം ഫ്രം ഇന്ത്യ ദാറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ടേബിൾ. ഏത് വർഷമാണ്? 2001 കേട്ടോ. ഹെറിറ്റേജ് ലിസ്റ്റ് 2001. മാസ്റ്റർ പീസ് ഓഫ് ദ ഓറൽ ആൻഡ് ഇൻഡജിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം, അല്ലെ, പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന കലാരൂപമായി മാറിയത് നമ്മുടെ കൂടിയാട്ടം. ഓക്കെ, മിഴാവ് ആൻഡ് കുഴിത്താളം. മിഴാവും കുഴിത്താളവുമാണ് ഇതിൻ്റെ മേജർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക, വാദ്യം. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ ചില കൂടിയാട്ടമൊക്കെ കാണുമ്പോഴേ പല കഥകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഥകൾക്കനുസരിച്ച് പിന്നീട് ഇതിലേക്ക് ചില അകമ്പടി വാദ്യങ്ങളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില കഥകൾക്ക് വേണ്ടി ഇടക്ക കൊട്ടാറുണ്ട്, ശംഖ് ഉപയോഗിക്കാറുണ്ട്, കുഴൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ PSCയിൽ നമ്മൾ ചോദ്യം വരുന്ന സമയത്ത് മിഴാവും കുഴിത്താളവുമാണ് ഓപ്ഷനിൽ വരാറുള്ളത്. ഇതിലെ അകമ്പടി വാദ്യങ്ങളായിട്ട് ഇടക്ക, ശംഖ്, കുഴലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന കാര്യം കൂടെ ഞാൻ പറയുന്നു. ദെൻ ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഇൻ സംസ്കൃത് ബട്ട് ദ ക്യാരക്ടർ വിദൂഷക സ്പീക്സ് ഇൻ മലയാളം. നോക്കൂ, മലയാള ഭാഷ രൂപീകരിച്ച ശേഷമുണ്ടല്ലോ കൂടിയാട്ടത്തിലേക്ക് മലയാളവും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളം ഉൾപ്പെടുത്തിയെങ്കിലും മലയാളം അങ്ങനെ എല്ലാവർക്കും കയറി സംസാരിക്കാൻ പറ്റില്ല. മലയാളം സംസാരിക്കുന്നതാകെ കൂടിയാട്ടത്തിലെ വിദൂഷക കഥാപാത്രങ്ങൾ മാത്രമാണ്. അതുപോലെ ഈ ഒരു കൂടിയാട്ടത്തിലേക്ക് പിന്നീട് പ്രാകൃത ഭാഷയും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാകൃത ഭാഷ ഉപയോഗിക്കുന്നത് കൂടിയാട്ടത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ മാത്രമാണ്. അതായത് നമ്മുടെ നങ്ങ്യാർ സ്ത്രീകളാണ്. കാരണം ഈ നങ്ങ്യാർ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്, അക്കിത്ത് ചൊല്ലുക എന്നൊരു ചടങ്ങുണ്ട്, ശ്ലോകം ചൊല്ലുന്നതാണ്. അപ്പോൾ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയ ശേഷം പ്രാകൃത ഭാഷയിൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഇതിലുണ്ടായിരുന്നു. സോ പ്രാകൃത ഭാഷ ഉപയോഗിക്കുന്നത് നങ്ങ്യാർ സ്ത്രീകൾ അല്ലെങ്കിൽ നായിക കഥാപാത്രങ്ങളായിരിക്കും. മലയാളം ഉപയോഗിക്കുന്നത് ആര് മാത്രമാണ്? വിദൂഷകൻ മാത്രമാണ്. പൊതുവെ ഈ കലാരൂപം നിങ്ങൾ കാണുവാണെങ്കിൽ കൂടുതൽ ഭാഗത്തും സംസ്കൃതം തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ കൂടിയാട്ടം ഈസ് enacted inside the temple theatre known as the കൂത്തമ്പലം. കൂത്തമ്പലത്തിൽ നിന്നുമാണ് കൂടിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടിയാട്ടം അവതരിപ്പിക്കാൻ നല്ല പ്രയാസമാണ്, അല്ലെ, നല്ല ബുദ്ധിമുട്ടാണ്. വലിയ പരിശീലനം നേടിയാൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് 41 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. ഏകദേശം ഒരു 1.5 മാസം എടുക്കും. എന്തിന്? കൂടിയാട്ടം അവതരിപ്പിക്കാൻ എന്ന് കരുതി നിങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൂടിയാട്ടം അവതരിപ്പിക്കുമ്പോൾ 41 ദിവസമൊന്നും നിങ്ങൾ ഇപ്പം പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇപ്പം 41 ദിവസം കൂടിയാട്ടം കാണാൻ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയാൽ നിങ്ങൾ ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ കലകളൊക്കെ ഇപ്പം ചുരുക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കാരണം
നമ്മുടെ സ്റ്റൈല് മാറി അല്ല, പണ്ടത്തെ പോലെ അനുഷ്ഠാന കലകൾ ആസ്വദിക്കുന്ന ഒരു കാലം ഒന്നുമല്ല നമ്മുടേത്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ കൂടിയാട്ടത്തിൻ്റെ വാദ്യമാണ് എന്ത്? ഒന്ന് മിഴാവ്, ഇതാണ് കുഴിത്താളം. കാണാത്തവർ കണ്ടോളൂ കേട്ടോ. ഇതിനെയാണ് കുഴിത്താളം എന്ന് പറയുന്ന വാദ്യവും നമ്മൾ കണ്ടു. കുഴിത്താളത്തെ വലുതാക്കിയതാണ് എന്ത്? ഇലത്താളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ കൂടിയാട്ടത്തിലെ ഫേമസ് ഡാൻസേഴ്സ്, പ്രഗത്ഭരായ കൂടിയാട്ട കലാകാരന്മാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതിൽ ആദ്യം കാണുന്ന ആളില്ലേ, ഗുരുമണി മാധവ ചാക്യാർ. നിസാരക്കാരനല്ല അല്ലേ, കൂടിയാട്ടത്തിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഗുരുമണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തിലെ നാട്യാചാരി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഗുരുമണി മാധവ ചാക്യാർ അല്ലേ. കൂടിയാട്ടത്തിൻ്റെ അഭിനയ ചക്രവർത്തി, അഭിനയ ചക്രവർത്തിയാണ് ഇദ്ദേഹം അല്ലേ. ഗുരുവാണ്, നാട്യാചാര്യയാണ്, അഭിനയ ചക്രവർത്തിയാണ്. അതിലുപരി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് കൂടിയാട്ടം അവതരിപ്പിച്ചത് ആരാ? അത് ഈ ഗുരുമണി മാധവ ചാക്യാരാണ്. കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ 1962 മദ്രാസിൽ പോയിട്ട് തോരണ യുദ്ധം എന്ന് പറയുന്ന കഥ കൂടിയാട്ടത്തിലൂടെ അവതരിപ്പിച്ച് വിപ്ലവം സൃഷ്ടിച്ചൊരു കലാകാരൻ കൂടിയാണ് ഗുരുമണി മാധവ ചാക്യാർ. ഇദ്ദേഹത്തിന് 1974 നമ്മൾ പത്മശ്രീ നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ സർക്കാർ ഇദ്ദേഹത്തിന് 1974 പത്മശ്രീ കൊടുത്തു. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, നാട്യകൽപദ്രുമം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകമാണ് കൂടിയാട്ടത്തിൻ്റെ പ്രമാണം എന്നറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിൻ്റെ മുഴുവൻ ചരിത്രവും മുഴുവൻ കഥകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നൊരു പുസ്തകമാണ് ഇത്, നാട്യകൽപദ്രുമം. ഈ ഗുരുമണി മാധവ ചാക്യാരുടെ നാട്യകൽപദ്രുമം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥ. ഏതാ? അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മാണി മാധവീയം. മാണി മാധവീയമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നും കൂടി ഓർത്തു വയ്ക്കുക. സോ ഗുരുമണി മാധവ ചാക്യാർ അദ്ദേഹം നിസാരക്കാരനല്ല. ഈ കൂടിയാട്ടം എന്ന് പറയുന്ന കലയിലെ ഏറ്റവും പ്രഗത്ഭനായ കലാകാരന്മാരിൽ ഒരാൾ തന്നെയാണ്. അടുത്ത ആളോ? പേരിനോട് സാമ്യം തോന്നുന്നുണ്ടല്ലേ, അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാരും ഗംഭീര കലാകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന കലാകാരൻ, കൂടിയാട്ടത്തിൻ്റെ കുലപതി. അടുത്തതാരാ? മാർഗി സതി അല്ലേ. മാർഗി സതി അല്ലെങ്കിൽ PS സതീദേവി. PS സതീദേവി അല്ലേ. ഈ PS സതീദേവിയാണ് എന്ത്? കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ കാരണമായ കലാകാരി. 2001 ആ PS സതീദേവി ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അവരുടെ ആത്മകഥയുടെ പേരാണ് രംഗശ്രീ. PS സതീദേവിയുടെ ആത്മകഥയാണ് രംഗശ്രീ എന്നോർത്ത് വയ്ക്കുക. ഇനി പൈൻകുളം രാമൻ ചാക്യാർ. പൈൻകുളം രാമൻ ചാക്യാരാണ് കൂടിയാട്ടത്തിലെ നവോത്ഥാന നായകൻ. നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് പൈൻകുളം രാമൻ ചാക്യാരാണ് കേട്ടോ. നോക്കൂ, അടുത്തത് സുഭദ്ര നങ്ങ്യാർ, ഉഷ നങ്ങ്യാർ, ഇച്ചിരിക്കുട്ടി നങ്ങ്യാർ, മാർഗി മധു. അങ്ങനെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. അതിലൊന്നാമത്തെ ആളില്ലേ, ഗുരുമണി മാധവ ചാക്യാർ. അയാളുടെ പേര് ഓർത്തു വെച്ചോളണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ കൃതി ഓർത്തു വെച്ചോളണേ. മാണി മാധവീയം ആത്മകഥയാണ്, നാട്യകൽപദ്രുമം കൂടിയാട്ടത്തിൻ്റെ പ്രമാണമാണ് എന്നോർത്ത് വെച്ചോളുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. കൂടിയാട്ടം മിഴാവും കുഴിത്താളവും വെച്ച് അവതരിപ്പിച്ചൊരു കലാരൂപമായിരുന്നു. എന്നാൽ ഈ സുഭദ്ര ധനഞ്ജയം എന്ന് പറയുന്ന നാടകം, കഥ അവതരിപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കുലശേഖര ആൾവാർ തന്നെ തപതീ സംവരണം എന്ന് പറഞ്ഞൊരു കഥ ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂഡാമണി എന്ന് പറയുന്ന കൃതി കൂടിയാട്ടത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആശ്ചര്യ ചൂഡാമണി എന്ന് പറയുന്ന കൃതിക്ക് കേരള PSCയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ സംസ്കൃത നാടക ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ആശ്ചര്യ ചൂഡാമണിയാണ്. രണ്ടാമത്തെ കൃതി ഏതാണെന്നറിയോ? കേരളത്തിൽ രചിക്കപ്പെട്ട രണ്ടാമത്തെ സംസ്കൃത നാടകം ഏതാണെന്നറിയോ? അത് കല്യാണ സൗഗന്ധികമാണ്. കല്യാണ സൗഗന്ധികം എഴുതിയതാരാ? നീലകണ്ഠനാണ്. കല്യാണ സൗഗന്ധികം എന്ന് പറയുമ്പം പലരും തെറ്റിക്കാറുണ്ട്. എന്താ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ? കുഞ്ചൻ നമ്പ്യാർ എന്നാണ് ഓർക്കുക. കല്യാണ സൗഗന്ധികം എഴുതിയത് നീലകണ്ഠനാ. ഈ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ കൃതി തുള്ളൽ കൃതിയാക്കി മാറ്റിയ ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ. എന്നാൽ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ കഥ ആട്ടക്കഥയായിട്ട് എഴുതിയിരിക്കുന്ന ആരാ?
അത് കോട്ടയത്ത് തമ്പുരാനാണ്. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് അല്ലേ? ശ്രദ്ധിച്ചോണ്ടോ കേട്ടോ. എന്നാൽ ദക്ഷിണേന്ത്യയിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ സംസ്കൃത നാടകം ഏതാണെന്നറിയോ? അത് മത്തവിലാസമാണ്. മഹേന്ദ്രവർമ്മൻ എഴുതിയിരിക്കുന്ന മത്തവിലാസം. ഓക്കെ, അപ്പം ഇങ്ങനെ പല കഥകളും കൂടിയാട്ടത്തോടെ അവതരിപ്പിച്ച് പോയപ്പോഴാണ് ആരോ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തേ, ഒരു കൃഷ്ണന്റെ കഥ എഴുതി. കൃഷ്ണന്റെ കഥ എഴുതിയിട്ട് എന്ത് ചെയ്തു, കൂടിയാട്ട കലാകാരന്മാർക്ക് കൊണ്ടു കൊടുത്തു, അവതരിപ്പിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, അതെന്തായാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്തെന്നറിയോ, കൃഷ്ണകഥകളാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഈ കൃഷ്ണൻ്റെ കഥ കാണാനായിട്ട് ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുവാണ്. പക്ഷെ അവതരിപ്പിക്കാൻ ചാക്യാർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രയാസം? ഒരുപാട് ഗോപികമാരെ ഉൾക്കൊള്ളിക്കണം അല്ലേ, ഒരുപാട് നങ്ങ്യാർ സ്ത്രീകളെ ഉൾക്കൊള്ളിക്കണം. പക്ഷേയോ അവർക്കോ ഒരു വ്യക്തമായ റോളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് ചാക്യാന്മാർ അവിടെ എടുത്തൊരു തീരുമാനം എന്തെന്നറിയോ, കൃഷ്ണൻ്റെ കഥ കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നായിക വേണ്ട, നങ്ങ്യാര് വേണ്ട എന്നൊരു തീരുമാനം എടുത്തു. കൃഷ്ണകഥ അവതരിപ്പിക്കാൻ ആര് മാത്രം മതി? കൃഷ്ണൻ മാത്രം മതി, ചാക്യാര് മാത്രം മതി. അപ്പോൾ ചാക്യാർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുവാണ്? കൃഷ്ണകഥ കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുക അല്ലേ? ഒറ്റയ്ക്ക് അവതരിപ്പിക്കുവാണ്. പിന്നെ കൂടിയാട്ടം എന്ന് പറയാൻ പറ്റുമോ? കൂടിയാടിയാലല്ലേ കൂടിയാട്ടം ആവുള്ളൂ. ഒറ്റയ്ക്ക് ആടിയാൽ അതാണ് കൂത്ത്. അതിനെയാണ് കൂത്തെന്ന് പറയുന്നത്. നോക്കൂ, കൂടിയാട്ടത്തിലേക്ക് കൃഷ്ണകഥകൾ വന്ന സമയത്ത് എന്ത് ചെയ്തു? അവരൊറ്റയ്ക്ക് കൃഷ്ണകഥകൾ കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്നു. അതിൻ്റെ പേരാണ് കൂത്ത്. സിംഗുലർ, പ്ലൂറൽ. കൂടി അഭിനയിച്ചാൽ കൂടിയാട്ടം, ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ കൂത്ത്. പക്ഷെ കൂത്തിൽ എന്ത് കഥകളായിരിക്കും? കൃഷ്ണകഥകളായിരിക്കും. അപ്പോൾ കൂത്തിൻ്റെ വാദ്യം എന്തായിരിക്കും? മിഴാവ്. കാരണം എന്താ? കൂടിയാട്ടം തന്നെയാണ്, മിഴാവാണ്. അപ്പോൾ കുഴിത്താളോ ഉണ്ടാവില്ല. കാരണം കുഴിത്താളം കൂട്ടുന്ന ആരാ? നങ്ങ്യാർ സ്ത്രീകൾ. അപ്പം നങ്ങ്യാർ സ്ത്രീകളെ കൂട്ടാത്ത പരിപാടിയല്ലേ കൂത്ത്. അതുകൊണ്ട് എന്തായി? കൂത്തിൽ വാദ്യം മിഴാവ് മാത്രം. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നങ്ങ്യാർ സ്ത്രീകൾ ഇത് അറിഞ്ഞു കേട്ടോ. അപ്പോൾ നങ്ങ്യാർ സ്ത്രീകളും തീരുമാനിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഒറ്റയ്ക്ക് കൃഷ്ണകഥകൾ അവതരിപ്പിക്കും, നങ്ങ്യാർ കൂത്ത്. സ്ത്രീകൾ, നങ്ങ്യാർ സ്ത്രീകൾ ഒറ്റയ്ക്ക് കൃഷ്ണകഥ അവതരിപ്പിച്ചാൽ നങ്ങ്യാർ കൂത്താണ്. മുദ്രകളിലൂടെയാണ് കൃഷ്ണകഥകൾ അവർ പറഞ്ഞു കൊടുക്കുക. ഡയലോഗ് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലേ. മുദ്രകളിലൂടെ കഥ പറഞ്ഞു കൊടുക്കുന്ന കലാരൂപമാണ് ഇത് നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നങ്ങ്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് വാദ്യം എന്തായിരിക്കും? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, നങ്ങ്യാർ കൂത്താവുന്ന സമയത്ത് എന്തായിരിക്കും? നങ്ങ്യാർ സ്ത്രീകളാണ്. നങ്ങ്യാർ സ്ത്രീകളായതുകൊണ്ട് കുഴിത്താളം ആയിരിക്കും അല്ലേ? കുഴിത്താളം ആയിരിക്കും. കുഴിത്താളത്തോടൊപ്പം മിഴാവും കൂടെ ഉണ്ടായിരുന്നു. മിഴാവ് എന്തായാലും ഉണ്ടാവും. കാരണം എന്തെന്നറിയോ? ഈ മിഴാവ് കൊട്ടുന്നത് ആരാ? നങ്ങ്യാർ കുടുംബത്തിലെ പുരുഷന്മാരാണ്. ചിലപ്പം ഭർത്താവായിരിക്കാം, ചിലപ്പം ചേട്ടനായിരിക്കാം, ചിലപ്പോൾ അനിയനായിരിക്കാം. ഭർത്താവൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, കൊട്ടാതിരിക്കാൻ പറ്റുമോ മിഴാവ്? ഇല്ല, കൊട്ടിയിരിക്കും അല്ലേ, ഉറപ്പാണ്. അതൊരു പ്രകൃതി നിയമമാണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കൂ, നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ വാദ്യം എന്ത് എന്ന് ചോദിച്ചാൽ മിഴാവ്, കുഴിത്താളം തന്നെയാണ്. പല ഭാഗങ്ങളിലും അപ്ഡേഷൻസ് ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു? പിൽക്കാലത്ത് നങ്ങ്യാർ കൂത്തിലേക്ക് നമ്മുടെ ഇടയ്ക്കയും ശംഖും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും PSC പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു എന്ത്? മിഴാവ്, കുഴിത്താളം അല്ലേ. അങ്ങനെ വലിയ കോമ്പറ്റീഷനാണല്ലേ. പുരുഷന്മാർ കൂത്ത്, സ്ത്രീകൾ നങ്ങ്യാർ കൂത്ത്. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് കൂത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയതിനെയാണ് നമ്മൾ ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൂത്ത് തന്നെയാണ്. പക്ഷേ കൃഷ്ണകഥകൾ എന്ന് പറയുന്ന പരിമിതിയില്ല. ഹാസ്യത്തിന് പ്രാധാന്യമുള്ള പുരാണ കഥകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സമകാലീന പ്രശ്നങ്ങൾ കൂടെ ചേർത്തിണക്കിക്കൊണ്ട് ഭരണാധികാരികൾക്ക് മുന്നിൽ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ചാക്യാർ കൂത്ത്. കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ചാക്യാർക്ക് എന്തും പറയാം, ആരെയും പറയാം, ആരെയും പരിഹസിക്കാം. അതുകൊണ്ട് തന്നെ സമകാലീന പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? ചാക്യാന്മാർ ഹാസ്യ രൂപത്തിൽ ഹാസ്യ കഥകൾ പുരാണ കഥകളുമായിട്ട് ലയിപ്പിച്ച് ഭരണാധികാരികളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിച്ച കലയാണ് ഇത് ചാക്യാർ കൂത്ത്. കാരണം ആരെയും പരിഹസിക്കാൻ രാജാവ് തന്നെയാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. അത് ചാക്യാർ നല്ലപോലെ യൂസ് ചെയ്തു. അതാണ് ചാക്യാർ കൂത്ത്. പല പ്രശ്നങ്ങളും അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കാം ചാക്യാർ കൂത്തിനെ പ്രബന്ധക്കൂത്ത് എന്നും നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ, പ്രബന്ധക്കൂത്ത്. അപ്പോൾ ചാക്യാർ കൂത്തിലെ വാദ്യം എന്തായിരിക്കും? മിഴാവ് മാത്രം. കാരണം നങ്ങ്യാരില്ല അല്ല, മിഴാവ് മാത്രമാണ്. അപ്പോൾ കലകളുടെ വിശേഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ കലകളുടെ വിശേഷണങ്ങൾ പ്രബന്ധക്കൂത്ത് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് ചാക്യാർ കൂത്താണെന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കലയിലേക്ക് പോകാമല്ലേ. നമുക്ക് വളരെ വേഗത്തിൽ പറഞ്ഞു പോകണം. നമ്മൾ എത്രയും പെട്ടെന്ന് പ്രിലിമിനറി പാസ്സായിട്ട് വരൂ. നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ എക്സാമിൽ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. സോ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കലാരൂപം ഏതാണ്? കഥകളി എന്ന് പറഞ്ഞ കലാരൂപമാണ്. വലിയ ചരിത്രമുണ്ട് കഥകളിക്ക് അല്ലേ. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ
കഥകളിയുടെ മുൻപുള്ള കാര്യം ഒന്ന് പറയേണ്ടി വരും അല്ലേ. കഥകളിയുടെ മുൻപെന്ന് പറഞ്ഞാൽ രാമനാട്ടം എന്ന് പറഞ്ഞ കലാരൂപം. രാമനാട്ടം എന്ന് പറഞ്ഞ കലാരൂപം ഒരുപാട് വാശിപ്പുറത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു കലാരൂപം എന്ന് പറയാം. കാരണം കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപം വടക്കൻ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ അതിനോടുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തെക്കൻ കേരളത്തിലെ വേണാടിൻ്റെ ഇളയ താഴ്വഴി എന്നറിയപ്പെടുന്ന ഇളയടത്ത് സ്വരൂപത്തിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ കൊട്ടാരക്കര തമ്പുരാൻ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന കലാരൂപമാണ് ഇത് രാമനാട്ടം എന്ന് പറയുന്നത് അല്ലേ. മലയാള ഭാഷയിൽ അവതരിപ്പിച്ചൊരു കലാരൂപമാണ് കേട്ടോ രാമനാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപം കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ച സമയത്ത് അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആട്ടക്കഥ എന്ന് പറയുന്നൊരു സാഹിത്യ പ്രസ്ഥാനം അല്ലേ. കഥകൾ എഴുതുന്നതിന് പകരം നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെ കഥകൾ എഴുതിക്കൊണ്ട് അവതരിപ്പിക്കുക. രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ സാഹിത്യ രൂപമായിരുന്നു ആട്ടക്കഥ. അങ്ങനെയാണ് ആട്ടക്കഥകൾ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ പലരും വന്ന ആട്ടക്കഥകൾ എഴുതിയ സമയത്ത് കോട്ടയത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ഭരണാധികാരി വന്നിട്ട് ഒരു ആട്ടക്കഥ എഴുതുന്നു അല്ലേ. ഒരു ഗംഭീരമായ ആട്ടക്കഥ എഴുതുന്നു. ആ ആട്ടക്കഥ രാമനാട്ടത്തിലൂടെ അവതരിപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു. അങ്ങനെ ആ രാമനാട്ടത്തെ ആ കോട്ടയത്ത് തമ്പുരാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന വെട്ടത്ത് രാജാവും കൂടെ ചേർന്നുകൊണ്ട് രാമനാട്ടത്തെ ഒന്ന് വലുതാക്കുന്നു. അതാണ് കഥകളി അല്ലേ. രാമനാട്ടത്തിനെ വലുതാക്കിയതാണ് എന്ത് കഥകളി എന്ന് പറയുന്നത്. കഥകളിയുടെ മുൻഗാമി അല്ലെങ്കിൽ ആദ്യകാല രൂപമാണ് രാമനാട്ടം. അപ്പോൾ കഥകളി ഉണ്ടാക്കുന്നത് കോട്ടയത്ത് തമ്പുരാനും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായിരുന്ന വെട്ടത്ത് രാജാവും ചേർന്നിട്ടാണ്. എങ്കിലും ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? കേരള കലാമണ്ഡലത്തിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണ് കഥകളി. ആരാണ് കഥകളി ഉണ്ടാക്കിയത്? കോട്ടയത്ത് തമ്പുരാൻ. പക്ഷെ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാ? PSC പരീക്ഷ അല്ലേ. ഈ PSC പരീക്ഷയിൽ ഒരു പ്രശ്നമുണ്ട്. ഓപ്ഷനിൽ കോട്ടയത്ത് തമ്പുരാനെ കാണാറേ ഇല്ല അല്ലേ. കോട്ടയത്ത് തമ്പുരാനെ കാണാറേ ഇല്ല. PSC ഓപ്ഷനിൽ കോട്ടയത്ത് തമ്പുരാൻ ഉണ്ടാവില്ല. ഉത്തരമായിട്ട് അവർ കൊടുക്കുന്നു കൊട്ടാരക്കര തമ്പുരാൻ. ഒരു കുറ്റവും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കഥകളിയുടെ ഒരു 3/4 ഭാഗവും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആര് തന്നെയാ? നമ്മുടെ ഈ കൊട്ടാരക്കര തമ്പുരാനാണ്. അതുകൊണ്ടായിരിക്കാം ഓപ്ഷനിൽ കോട്ടയത്ത് തമ്പുരാനെ കാണുന്നില്ല, കൊട്ടാരക്കര തമ്പുരാൻ വരുന്നു. നിങ്ങൾ അത് കറുപ്പിക്കണം. അതാണ് നമ്മുടെ ഉത്തരം. പക്ഷെ ഞാൻ കോട്ടയത്ത് തമ്പുരാനെ പറയാൻ കാരണം എന്താ? കഥകളിയെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പറയില്ലേ കോട്ടയത്ത് തമ്പുരാനാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ ഉത്തരം കൊട്ടാരക്കര തമ്പുരാനായിരിക്കും വരിക. അങ്ങനെ വെട്ടത്ത് രാജാവിൻ്റെ സഹായത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ വെട്ടത്തു സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെട്ട കലാരൂപമാണ് ഇത് കഥകളി അല്ലേ. കലകളുടെ രാജാവാണ് കഥകളി. രാജാക്കന്മാരുടെ കലയാണ് കഥകളി. PSCയിൽ കഥകളിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു വിശേഷണമുണ്ടല്ലോ. ഏതാണ്? ടോട്ടൽ തിയേറ്റർ അല്ലേ. ടോട്ടൽ തിയേറ്റർ അല്ലെങ്കിൽ സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഇത് കഥകളി. ടോട്ടൽ തിയേറ്റർ അല്ലെങ്കിൽ സമഗ്ര നൃത്തം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിശേഷണമുണ്ട്. ഡാൻസ് ഡ്രാമ, നൃത്തനാട്യം, ഉദാത്ത നൃത്യം. ഇതൊക്കെ കഥകളിയുടെ വിശേഷണങ്ങളാണ്. കലകളുടെ രാജാവാണ്, രാജാക്കന്മാരുടെ കലയാണ് ടോട്ടൽ തിയേറ്റർ, ഡാൻസ് ഡ്രാമ, ഉദാത്ത നൃത്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാ? അത് കഥകളിയാണ്. ആദ്യകാലങ്ങളിൽ വെട്ടത്ത് സമ്പ്രദായം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടത് അല്ലേ. പിന്നീട് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. കഥകളിയിൽ പിന്നീട് ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കല്ലുവഴി സമ്പ്രദായം എന്ന് പറഞ്ഞൊരു കഥകളിയിലേക്ക് പിൽക്കാലത്ത് വരുന്നു അല്ലേ. കല്ലുവഴി സമ്പ്രദായത്തെ ഇപ്പോഴും പല സ്ഥലത്തും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ പ്രാധാന്യമില്ല. കാരണം ഇപ്പം കല്ലടിക്കോടൻ സമ്പ്രദായവും അതുപോലെ തന്നെ കപ്ലിംഗ് ഓടൻ സമ്പ്രദായവും ഒക്കെയാണ് ഇപ്പോൾ സജീവമായിട്ട് ഉള്ള കഥകളിയുടെ സമ്പ്രദായങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കല്ലുവഴി എന്ന് പറയുന്ന കഥകളിയെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചൊരു കലാകാരനുണ്ട്. ആരാ? കലാമണ്ഡലം ഗോപി എന്ന് കേട്ടിട്ടില്ലേ? ഈ കലാമണ്ഡലം ഗോപിയാണ് എന്ത് ചെയ്യുന്നത്? കല്ലുവഴി ചിട്ടയൊക്കെ പ്രചരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ആ കഥകളൊക്കെ കൂടെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം ഗോപി എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കഥകളി എന്ന് പറഞ്ഞ കലാരൂപത്തെ വെട്ടത്ത് സമ്പ്രദായം എന്നായിരുന്നു നമ്മൾ ആദ്യകാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. കഥകളിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വാദ്യങ്ങളെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഥകളിയിലെ വാദ്യം എന്ന് വെച്ചാൽ മിഴാവും കുഴിത്താളും ഒന്നും അല്ല കേട്ടോ. അതൊക്കെ മാറി, അതൊക്കെ പണ്ട് അല്ലേ. കാലം മാറി, അപ്ഡേറ്റഡായി. മദ്ദളം, ഇലത്താളം, ചേങ്ങില, ഇടക്ക, ചെണ്ട. മദ്ദളം, ഇലത്താളം, ചേങ്ങില, ഇടക്ക, ചെണ്ട എന്നിവയാണ് കഥകളിയുടെ വാദ്യങ്ങൾ. അതിലെ തന്നെ അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ഏതാ? അത് ചെണ്ടയാണ് കേട്ടോ. അസുരവാദ്യമാണ് ചെണ്ട. അങ്ങനെ കഥകളി എന്ന് പറഞ്ഞ കലാരൂപം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
നോക്കാം നമുക്ക്. കഥകളി, ഫാദർ ഓഫ് കഥകളി എന്ന് ചോദിച്ചാൽ കോട്ടയത്ത് തമ്പുരാനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്, പക്ഷെ ഞാൻ അവിടെ എടുത്തു പറഞ്ഞല്ലോ, അങ്ങനെ ആയിരിക്കില്ല ചിലപ്പം വരിക. PSCയിൽ ഉത്തരവായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? അത് കൊട്ടാരക്കര തമ്പുരാൻ എന്നാണ് കേട്ടോ. കൊട്ടാരക്കര തമ്പുരാനാണ്. ഇൻസ്ട്രുമെൻറ്റ്സ്, വാദ്യങ്ങൾ, ചെണ്ട, മദ്ദളം, എടക്ക, ഇലത്താളം, ചെങ്ങില, 5 വാദ്യങ്ങളാണ് കാണുന്നത്. ഓക്കെ, 5 വാദ്യ കലാകാരന്മാരും ഉണ്ടാവും അല്ലേ. കഥകളി മ്യൂസിക് ഫോളോസ് ദ ട്രഡീഷണൽ സോപാന സംഗീതം. കഥകളിയുടെ സംഗീതം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? സോപാന സംഗീതമാണ്. ഈ സോപാന സംഗീതത്തെ തന്നെയാണ് നമ്മൾ അഷ്ടപതി എന്നും പറയാറുള്ളത്. അഷ്ടപതി എന്ന് പറഞ്ഞാൽ സോപാന സംഗീതമാണ്. അഷ്ടപതി ചൊല്ലുക എന്ന് പറഞ്ഞാൽ സോപാന സംഗീതമാണ്. ഓക്കെ, നമ്മുടെ ഒഡീഷയിലുണ്ടായിരുന്ന ബംഗാളി കവി എന്നറിയപ്പെടുന്ന ജയദേവൻ, അദ്ദേഹം എഴുതിയിരിക്കുന്ന കൃതിയാണ് ഗീതാഗോവിന്ദം എന്ന് നമുക്കറിയാം. ഈ ഗീതാഗോവിന്ദത്തിലെ അദ്ദേഹം എഴുതിയിരിക്കുന്ന കീർത്തനങ്ങളിൽ പ്രധാനമായിട്ടും 24 കീർത്തനങ്ങളാണ് ആ ഗീതാഗോവിന്ദത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ കീർത്തനങ്ങളെ അദ്ദേഹം അഷ്ടപതി എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കീർത്തനങ്ങൾ, അഷ്ടപതികൾ നമ്മുടെ ചങ്ങമ്പുഴ ദേവഗീത എന്ന പേരിൽ എന്ത് ചെയ്തു, മലയാളത്തിലേക്കൊക്കെ പരിവർത്തനം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിലെ കീർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ അഷ്ടപതിയായിട്ട് ചൊല്ലുന്നത്, അതായത് സോപാന സംഗീതത്തിൽ ചൊല്ലുന്നത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നോക്കൂ. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് PSC ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ത് തന്നെയാണ്? കഥകളിയുടെ ചടങ്ങുകളാണ് അല്ലേ. കഥകളിയുടെ ചടങ്ങുകളാണ്. ഈ ചടങ്ങ് കഥകളിയിൽ 8 ചടങ്ങുകളാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. അതിനൊരു കാരണമുണ്ട്. 8 ചടങ്ങുകൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാനവേദ രാജാവ്, കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദ രാജാവ് കൃഷ്ണഗീതി എന്ന് പറഞ്ഞൊരു കൃതി എഴുതി. അത് 8 ഖണ്ഡങ്ങളായിട്ട് അദ്ദേഹം ആ കൃതി എഴുതി പൂർത്തീകരിച്ചപ്പോൾ, അത് കൃഷ്ണനാട്ടത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ 8 ദിവസങ്ങളായിരുന്നു അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം കൃഷ്ണഗീതി 8 ഖണ്ഡങ്ങളായിട്ട് 8 ചാപ്റ്റേഴ്സായിട്ട് എഴുതാനുള്ള കാരണം എന്താ? കൃഷ്ണൻ്റെ മകനാണ്, വസുദേവൻ്റെ 8ാമത്തെ മകനാണ് കൃഷ്ണൻ. ഈ വസുദേവൻ്റെ 8ാമത്തെ മകൻ്റെ കഥയായതുകൊണ്ട് 8 ഖണ്ഡങ്ങളായിട്ട് എഴുതി. അതിൽ 1-ാം ഖണ്ഡത്തിൽ പറയുന്നത് എന്താ? കൃഷ്ണൻ്റെ അവതാരപ്പിറവി. 2-ാം ഖണ്ഡത്തിലോ കൃഷ്ണൻ്റെ കാളിയമർദ്ദനം. 3-ാം ഖണ്ഡത്തിലോ രാസക്രീഡ. 4-ാം ഖണ്ഡത്തിൽ കംസവധം. 5-ാം ഖണ്ഡം സ്വയംവരം. 6-ാം ഖണ്ഡം ബാണയുദ്ധം. 7-ാം ഖണ്ഡം വിവിധ യുദ്ധം. 8-ാം ഖണ്ഡം സ്വർഗാരോഹണം. അങ്ങനെ 8 ഖണ്ഡങ്ങൾ ഓരോ ദിവസവും ഓരോ ഖണ്ഡം അവതരിപ്പിച്ചുകൊണ്ട് കൃഷ്ണനാട്ടം എന്ന് പറയുന്നൊരു കലാരൂപം മാനവേദ രാജാവ് സൃഷ്ടിച്ചു. അതിന് ബദലായിട്ട് രാമനാട്ടം സൃഷ്ടിച്ചു. 8 ദിവസമാണ്. അതിൽ നിന്നും കഥകളി സൃഷ്ടിക്കപ്പെടുന്നു അല്ലേ. ആ കഥകളി സൃഷ്ടിക്കുമ്പോഴും 8 ദിവസം തന്നെ ആവണം എന്ന് അവരാഗ്രഹിച്ചിരുന്നു. പക്ഷേ നടന്നിട്ടില്ല. കാരണം എന്താ? കഥകളി വലിയ കഥകളൊക്കെ വരുമ്പോൾ 8 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്തു? ആ 8നെ എടുത്തു കളയണ്ട എന്ന് കരുതി അവരെടുത്തൊരു പ്രധാന തീരുമാനമായിരുന്നു എന്ത്? 8 ചടങ്ങുകൾ, അഷ്ടാംഗങ്ങൾ എന്ന 8 ചടങ്ങുകളിലൂടെ കഥകളി അവതരിപ്പിക്കുക. നമുക്ക് ആ ചടങ്ങുകളൊന്നങ്ങ് പഠിച്ചാലോ? വളരെ വേഗത്തിൽ പഠിക്കാം അല്ലേ. സോ ഈ ചടങ്ങുകൾ പലരും പഠിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്യുന്നു. അവ പരീക്ഷയ്ക്ക് ചോദിക്കും 4-ാമത്തെ ചടങ്ങ് ഏത്, 5-ാമത്തെ ചടങ്ങ് ഏത്. ആ ചടങ്ങിന് പ്രാധാന്യം വെച്ചുകൊണ്ടുള്ള ചോദ്യം വരുന്നു. ആകെ കൺഫ്യൂഷനാണ്, മാറിപ്പോകുന്നു, പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആ പ്രശ്നം അങ്ങ് തീർത്താലോ, അങ്ങ് പരിഹരിച്ചാലോ? നോക്കൂ, കഥകളി നമ്മൾ അങ്ങ് അവതരിപ്പിക്കുകയാണ്. നമ്മൾ കഥകളി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ. കഥകളി അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ്. രാത്രി കാലത്താണ് കലകൾ കൂടുതലും ഉണ്ടായിരുന്നത്. കാരണം രാത്രിയാണ് ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിന് എന്തുണ്ടാവുക? നല്ല ഭംഗി ഉണ്ടാവുക. കാരണം നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ പ്രകാശത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് കലകൾ ഏറ്റവും മനോഹരമാവുക. പകൽ സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ചാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് രാത്രി നമ്മുടെ കൂത്തമ്പലത്തിൽ നമ്മൾ കഥകളി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കഥകളി അവതരിപ്പിക്കുകയാണെങ്കിൽ ആദ്യ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഇന്നലെ, അല്ലെങ്കിൽ മെനയാന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ചടങ്ങ് എന്താണെന്നറിയോ? നമ്മുടെ വാദ്യകലാകാരന്മാർ 5 പേരുണ്ട്. അതിൽ ഇടക്കക്കാരനെ കൂട്ടാതെ ബാക്കി 4 പേരെയും കൂട്ടി നമ്മൾ ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ കൊട്ടി നടക്കുക. കാരണം എന്താ? കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കണ്ടേ? നമുക്കിപ്പോഴാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ട് അറിയിക്കുകയായിരുന്നു. പക്ഷേ പണ്ടതിനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം?
ഈ വാദ്യകലാകാരന്മാരെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ നാട്ടിലൂടെയൊക്കെ കൊട്ടി നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവർ ഇതറിയുന്നു. അവരെന്ത് മനസ്സിലാക്കുന്നു? ഇന്ന് കൂത്തമ്പലത്തിൽ പോയാൽ കഥകളി കാണാം എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? അങ്ങനെ അവർ കഥകളി കാണുന്നു. അങ്ങനെ അവർ കഥകളി കണ്ടു, കഥകളി ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ ഇന്ന് രാത്രി അവരെന്ത് ചെയ്യുന്നു? കഥകളി കാണാൻ വേണ്ടി വരും. ഓക്കെ, കാണാൻ വേണ്ടി വരുന്നു. അപ്പം ആദ്യം നമ്മൾ ചെയ്തെന്താണ്? നാട്ടുകാരെ അറിയിക്കലായിരുന്നു അല്ലേ? ആ നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് ഇത്, കേളികൊട്ട്. നാട്ടുകാരെ അറിയിച്ചു. അതുകൊണ്ട് ആദ്യ ചടങ്ങാണ് കേളികൊട്ട്. ആദ്യ ചടങ്ങ് എന്ന് ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? കാരണം 1 എന്ന് എഴുതിയിട്ടുണ്ട് കേളികൊട്ട് അല്ലേ? പക്ഷെ ആവശ്യമുണ്ട്. ആവശ്യം കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇതിലില്ലാത്തത് എന്താണ്? ഇടക്ക ഇല്ല. കഥകളി ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ചടങ്ങാണ് കേളികൊട്ട്. ഇനി നോക്കൂ, ഉണ്ടെന്നറിഞ്ഞ ആൾക്കാർ രാത്രി വന്നിരിക്കൂലേ? രാത്രി എത്തുമല്ലോ, കൂത്തമ്പലത്തിൽ എത്തുമല്ലോ. അപ്പോൾ ഇത് തുടങ്ങാനായി എന്നറിയിക്കണ്ടേ? അങ്ങനെ തുടങ്ങാറായി എന്നറിയിക്കാൻ വേണ്ടി നമ്മുടെ കൂത്തമ്പലത്തിലെ അരങ്ങിലൊരു കൊട്ട് കൊട്ടും. അതാണെന്ത്? അരങ്ങ് കേളി. ഈ കൊട്ടിനെ ഗണപതി കൊട്ട് എന്നും വിളിക്കാറുണ്ട്. എന്തും വിളിക്കാറുണ്ട്? ഗണപതി കൊട്ട്. കാരണം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കണമെന്നാണ് അല്ലെ? വിഘ്നേശ്വരനാണ്, പ്രശ്നങ്ങളില്ലാതെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കഥകളി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗണപതിയെ ഒന്ന് സ്തുതിക്കണം. അതാണ് ഗണപതിക്കൊട്ട്. ഗണപതിക്ക് വേണ്ടി കൊട്ടുമ്പോൾ നമ്മുടെ അസുരവാദ്യം ഇല്ലേ? ഏതാ? ചെണ്ട. അത് കൊട്ടണ്ട, അത് വേണ്ട. ചെണ്ടയ്ക്ക് പ്രാധാന്യമില്ലാത്ത ചടങ്ങാണ് അരങ്ങുകേളി കേട്ടോ. ഓക്കെ, ഗണപതിക്ക് സ്തുതിക്കുമ്പം ചെണ്ട കൊട്ടില്ല. ഇനി ആളുകൾ വന്നിരുന്നു, തുടങ്ങാൻ പോവാണെന്ന് അറിയിച്ചു. ഒരു ഈശ്വര പ്രാർത്ഥന ചെല്ലണ്ടേ? അതാണെന്ത്? തോടയം. ഈശ്വര പ്രാർത്ഥനയാണ് തോടയം എന്ന് പറയുന്നത്. തോടയം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല അല്ലേ? കൂത്തമ്പലത്തിന് മുന്നിൽ 2 പേരൊരു തിരശ്ശീലയും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഈ തിരശ്ശീല പിടിച്ച് നിൽക്കുന്നത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതിന് പിന്നിൽ എന്തൊക്കെയോ ചുവടുകളൊക്കെ വെക്കുന്നുണ്ട്. കിരീടം ധരിക്കാതെയൊക്കെ കലാകാരന്മാർ ചില ചുവടുകളൊക്കെ വെക്കുന്നത് കാണാൻ പറ്റും തിരശ്ശീലയുടെ പിന്നിൽ. ഈശ്വര പ്രാർത്ഥനയാണ് തോടയം എന്ന് പറയുന്നത്. ഓക്കെ, ശിവശക്തി സംഗമം, അതാണ് തോടയത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ആ തോടയം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? കിരീടമൊക്കെ മുറുക്കി കെട്ടാൻ വേണ്ടി അവർ പോകുമ്പോൾ ഒരു ടൈം ഡിലേ ഇല്ലേ? ആ ടൈം ഡിലേ കവർ ചെയ്യണ്ടേ? ആ ചടങ്ങാണ് വന്ദന ശ്ലോകം. അതായത് കഥകളിയിലെ ആദ്യത്തെ ഗാനമായ തിരനോട്ടം ആലപിക്കുന്നു. ഈ തിരനോട്ടം പാടും. അപ്പോഴാണ് ഇവർ ബാക്കി സജ്ജീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവർ വീണ്ടും കൂത്തമ്പലത്തിലേക്ക് വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാണാം അല്ലേ? ഇതുവരെ എന്തേ ചെയ്തിട്ടുള്ളൂ? കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ തിരശ്ശീല മാറ്റൂലേ? തിരശ്ശീല മാറ്റിയിട്ട് കലാകാരന്മാരെന്ത് ചെയ്യുന്നു? മുന്നോട്ട് വരുന്നു. അതാണെന്ത്? പുറപ്പാട്. ഇതാണ് കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ്. കഥകളി അവതരണത്തിലെ ആദ്യത്തെ ചടങ്ങാണ് ഇത്, പുറപ്പാട്. എന്നാൽ കഥകളിയിലെ ആദ്യ ചടങ്ങ് ഏതാ? അത് കേളികൊട്ടാണ്. മാറിപ്പോരുത്. ഇറ്റ്സ് എ കൺഫ്യൂസിങ് ഫാക്ട്. ഓക്കെ, അപ്പോൾ ചമയം കെട്ടി നിൽക്കുന്ന കലാകാരന്മാർ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു അല്ലേ? ഇനി ആര് വരണം? വാദ്യ കലാകാരന്മാർ വരണം. അതാണ് ഇത്, മേളപ്പദം. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, മേളപ്പദം. ഈ മേളപ്പദത്തിൽ നമ്മുടെ ഇടക്കക്കാരൻ സോപാന സംഗീതം ചൊല്ലും, അഷ്ടപതി ചൊല്ലും ഒക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് അഷ്ടപതിക്ക് കഥകളിയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇത്, മേളപ്പദം. ഇനി എന്ത് ചെയ്യണം? കഥ പറയണം, കഥാവതരണം. കഥ കഴിഞ്ഞാലോ ബൈ ധനാശി. ക്ലിയർ? കഥകളിയിലെ ചടങ്ങുകൾ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി കഥകളിയുമായി ബന്ധപ്പെട്ട് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയല്ലേ കഥകളിയിലെ വേഷങ്ങൾ? കഥകളിയിലെ വേഷങ്ങൾ നമുക്ക് നോക്കാം. സോ കഥകളിയിലെ വേഷം, കഥകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേഷം ഇതാണ് അല്ലേ? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേഷം ഇതാണ്. ഏതാണ് വേഷം? ഓക്കെ, നമ്മളൊരു കഥകളിയുടെ ഫോട്ടോ വാങ്ങി വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ വേഷമാണ് വാങ്ങി വെക്കുക. കാരണം നല്ല ഭംഗിയുള്ള വേഷമാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസാണ് അല്ലേ? മുഖം കണ്ടാൽ അറിയാം. ഒരു നായകന് ചേർന്നൊരു വേഷമാണ്. വേഷത്തിൻ്റെ പേരെന്താ? പച്ച അല്ലേ? നായകൻ്റെ വേഷം. ഒരിക്കലും നായകൻ്റെ വേഷം എന്ന് ചോദിക്കില്ല. സാത്വിക കഥാപാത്രങ്ങളുടെ വേഷമാണ് ഇത്, പച്ച. അതായത് നമ്മുടെ കൃഷ്ണനും രാമനും
നളൻ, ഇന്ദ്രൻ എന്നിങ്ങനെ നായക കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവർ. നന്മ നിറഞ്ഞവരൊക്കെയാണ് എന്ത് വേഷത്തിൽ വരിക? ഈ പച്ച വേഷത്തിൽ വരാറുള്ളത് അല്ലേ? നന്മ നിറഞ്ഞ കഥാപാത്രങ്ങൾ കൃഷ്ണൻ, രാമൻ, ലക്ഷ്മണൻ, നളൻ, ഇന്ദ്രൻ ഇവരൊക്കെ എന്ത് ചെയ്യും? പച്ച വേഷത്തിൽ വരും. ഹീറോ, ഇന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? വില്ലൻ അല്ലേ? മെയിൻ വില്ലൻ. നോക്കൂ, വില്ലൻ ആവാനുള്ള യോഗ്യതയൊക്കെ ഈ വേഷത്തിനില്ലേ? കാരണം എന്താ? നേരത്തെ കണ്ടതുപോലെ ക്യൂട്ടാണോ? കുറച്ച് ക്രൂഷ്യൽ അല്ലേ? കാണുമ്പോൾ തന്നെ പേടി വരുന്നില്ലേ? സോ മെയിൻ വില്ലൻ എന്താ വേഷം? കത്തി. മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊന്നുമല്ല. സോ രാജാക്കന്മാരായ ദുഷ്ടകഥാപാത്രങ്ങൾ. രാജാക്കന്മാരായ ദുഷ്ടകഥാപാത്രങ്ങളുടെ വേഷമാണെന്ത്? കത്തി. രാവണൻ, കംസൻ ഇവരൊക്കെ ധരിക്കുന്ന വേഷമാണെന്ത്? കത്തി വേഷം അല്ലെ? മെയിൻ വില്ലനാണ്. അപ്പം നമുക്ക് അസിസ്റ്റന്റ് വില്ലനെ നോക്കിയാലോ? കഥകളിയിലെ അസിസ്റ്റന്റ് വില്ലൻ നമുക്കൊന്ന് നോക്കിക്കേ. ഏതാണ്? കരി. മെയിൻ വില്ലൻ്റെ സഹായികൾ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? കാട്ടിലൊക്കെയാണല്ലേ. പുരാണ നോവലുകളോ അല്ലെങ്കിൽ പുരാണ കഥകളോ ഒന്നും വേണ്ട. പുരാണ കൃതികൾ രാമായണവും മഹാഭാരതവും ഒന്നും നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും സിനിമയോ സീരിയലോ ഒക്കെ കണ്ടിട്ടുള്ള അറിവുണ്ടാവുമെന്ന് കരുതുന്നു. സോ അവിടെയൊക്കെ നമ്മുടെ മെയിൻ വില്ലൻ്റെ സഹായികളായിട്ടുണ്ടാവുക എപ്പോഴും കാട്ടിലുള്ള കുറച്ച് വില്ലന്മാരല്ലേ? അവരുടെ വേഷമാണെന്ത്? കരിവേഷം എന്ന് പറയുന്നത്. ആ കരിവേഷം വനാചാരികളായ ദുഷ്ടകഥാപാത്രങ്ങൾ. വനാചാരികളായ, അതായത് കാട്ടിലുള്ള ദുഷ്ടകഥാപാത്രങ്ങൾ, അവരാണ് കരിവേഷം ധരിക്കുന്നത്. അത് ചിലപ്പം പുരുഷനാവാം, ചിലപ്പം സ്ത്രീ ആവാം അല്ലേ? സ്ത്രീ, ആൺകരി അല്ലെങ്കിൽ സ്ത്രീകരി എന്ന് പറയാറില്ല, പെൺകരി. ആൺകരിയും പെൺകരിയും. ആൺകരി എന്ന് വെച്ചാൽ കൂടുതലും കാട്ടാളൻ, അസുരൻ ഇവരൊക്കെയാണ് ആൺകരി വേഷത്തിൽ വരാറുള്ളത്. എന്നാൽ പെൺകരി വേഷത്തിൽ കൂടുതലും വരുന്നത് ആരാ? ഒന്ന് ശൂർപ്പണഖ, പൂതന ഇവർക്കൊക്കെയാണ് പെൺകരി വേഷം ഉണ്ടാവുക എന്നും കൂടെ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത വേഷത്തിലേക്ക് പോയാലോ? താടി. ഈ താടി വേഷം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. താടി കണ്ടല്ലോ? ഓക്കെ, താടി കണ്ടു അല്ലേ? നോക്കിയേ, വീണ്ടും ഒരു താടി കണ്ടോ? ഒരു താടി കൂടെ കാണാം അല്ലേ? ഇതാ മറ്റൊരു താടി കൂടെ കണ്ടു. അതായത് താടി 3 തരം താടികളുണ്ട്. ആദ്യം കണ്ട താടി ഏതാണ്? ചുവന്ന താടിയാണ് അല്ലേ? ചുവന്ന താടി. 3 തരം താടിയുണ്ട്. അതിലൊന്ന് ചുവന്ന താടിയാണ്. ചുവന്ന താടി വില്ലൻ കഥാപാത്രങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം വരൂലേ, വില്ലൻ കഥാപാത്രമാണെങ്കിൽ കത്തിയില്ലേ? ഇനി ചെറിയ വില്ലന്മാരൊക്കെ ആണെങ്കിൽ, അസിസ്റ്റന്റ് വില്ലന്മാരൊക്കെ ആണെങ്കിൽ കരിയില്ലേ? പിന്നെ എന്തിനാ വീണ്ടും ഒരു ചുവന്ന താടി? അപ്പോൾ നോക്കൂ, മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത്? കഥകളിയിലെ വില്ലൻ കഥാപാത്രങ്ങളുടെ വേഷം എന്ത്? ആ ചോദ്യം പരിശോധിച്ചപ്പോൾ നമ്മൾ കത്തിയും കരിയും ഒക്കെ നമുക്കറിയാം. ഓപ്ഷനിൽ അവരാരും ഇല്ല. നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? ചുവന്ന താടി, വെള്ളത്താടി, കറുത്ത താടി എന്നൊക്കെയാണ് ഓപ്ഷനിൽ. PSCയുടെ ഉത്തരം വന്നു ഏതായിരുന്നു? ചുവന്ന താടി. കാരണം ചെറുകിട വില്ലന്മാർ അല്ലേ, ഭയങ്കര വില്ലന്മാർ കത്തിയും കരിയൊക്കെ കൊണ്ടുപോയി നമ്മുടെ ബാലിയെ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, അവരൊക്കെയാണ് ചുവന്ന താടിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്താടിയോ? വെള്ളത്താടി എന്ന് വെച്ചാൽ പാവം താടിയാണ് അല്ലേ? നന്മ നിറഞ്ഞ മനുഷ്യാതീത കഥാപാത്രങ്ങളാണ് വെള്ളത്താടി. നന്മ നിറഞ്ഞ മനുഷ്യാതീത, മനുഷ്യനേക്കാൾ കഴിവുള്ള ഹനുമാൻ അല്ലെ? ഹനുമാനൊക്കെ ധരിക്കുന്ന വേഷമാണ് ഇത്. വെള്ളത്താടി വേഷം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മനുഷ്യാതീത കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ നൽകുന്ന വേഷമാണെന്ത്? വെള്ളത്താടി എന്ന് പറയുന്നത്. സോ അടുത്ത താടി ഏതാ? കറുത്ത താടി. കറുത്ത താടി ആർക്കാണ്? വേടനാണ്. വേടന്റെ വേഷം കറുപ്പല്ലേ? ഓക്കെ, കറുത്ത താടി വേടന്റെ വേഷമാണ്. ഓർത്തു വയ്ക്കുക. താടി പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഏതാ വേഷമുള്ളത്? ഏതാ? ഓക്കെ, ഈ വേഷം ഏതാ? മിനുക്ക്. സ്ത്രീ, മുനി, മഹർഷി. സ്ത്രീ, മുനി, മഹർഷിമാരൊക്കെ ധരിക്കുന്ന വേഷമാണ് ഇത്. മിനുക്ക് വേഷം എന്ന് പറയുന്നത്.
അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ കഥകളിയിൽ എത്ര വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എന്ത്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അപ്പോൾ ഇതോ? കഥകളിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേഷവും കൂടെ ഉണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാം. കാരണം എന്താ? വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടണം. വേഷത്തിൻ്റെ പേരെന്താണെന്നറിയോ? പഴുപ്പ് അല്ലെങ്കിൽ പഴുക്ക. ദേവഗണങ്ങൾ നോക്കൂ. കൃഷ്ണൻ, രാമൻ, ലക്ഷ്മണൻ, നളനൊക്കെ പച്ച. എന്നാൽ വേറെയും കുറച്ച് ദൈവങ്ങളുണ്ടല്ലോ. ദേവഗണങ്ങൾ ആരൊക്കെയാ? ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, ബലഭദ്രൻ. ഇവരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നൽകുന്ന വേഷമാണെന്ത്? പഴുപ്പ്. നോക്കിയേ, മുഖം നോക്കിയേ, ഏകദേശം പച്ചയോട് സാമ്യമുണ്ട്. നിറത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? നിറം എന്തായി? ഒരു ചന്ദന കളർ പോലെ തോന്നുന്നൊരു നിറമായി. വലിയ മാറ്റങ്ങളൊന്നുമില്ല. സോ ഒരു വേഷവും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പഴുപ്പ്, പഴുക്ക വന്നാൽ ആ മാർക്ക് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, ഇനി നോക്കൂ. കഥകളിയിലെ ഫേമസ് ഡാൻസേഴ്സ്, പ്രഗത്ഭരെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. കഥകളിയിലെ പ്രഗത്ഭരെ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ കാണുന്ന ആളെ നോക്കൂ. നെടുമുടി രാമകൃഷ്ണ പണിക്കർ. അല്ല, നെടുമുടി രാമകൃഷ്ണ പണിക്കർ. എന്താണ് പുള്ളിയുടെ പ്രത്യേകത? ചില കലാകാരന്മാരുടെ പ്രത്യേകതകളും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്താ? പ്രസ്താവനകൾ വരുന്നുണ്ടല്ലേ. ഓക്കെ, നെടുമുടി രാമകൃഷ്ണ പണിക്കരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇദ്ദേഹമാണ് കഥകളിയിൽ കടലാസ് ചുട്ടി കൊണ്ടുവന്നു. കടലാസ് ചുട്ടി, അതായത് നമ്മൾ ചായം തേക്കുന്നതിന് പകരമായിട്ടുള്ള പുതിയ ഒരു സംവിധാനം, അത്രേ ഉള്ളൂ കേട്ടോ. കടലാസ് ചുട്ടി. അപ്പോൾ കഥകളിയിൽ കടലാസ് ചുട്ടി കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നെടുമുടി രാമകൃഷ്ണ പണിക്കരാ. അപ്പോൾ കോട്ടക്കൽ ശിവരാമനോ? കോട്ടക്കൽ ശിവരാമൻ കഥകളിയിലെ ഒരു പ്രഗത്ഭനാണ്. പുള്ളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അരങ്ങിലെ സ്ത്രീരത്ന പുരസ്കാരം. അരങ്ങിലെ സ്ത്രീരത്ന പുരസ്കാര ജേതാവാണ് കോട്ടക്കൽ ശിവരാമൻ. പട്ടിക്കാന്തൊടി രാവുണ്ണി മേനോൻ. പ്രത്യേകത എന്താണെന്നറിയോ? ആധുനിക കഥകളിയുടെ പിതാവ്. പട്ടിക്കാന്തൊടി രാവുണ്ണി മേനോൻ, ആധുനിക കഥകളിയുടെ പിതാവ്. കലാമണ്ഡലം ഗോപി പരിചയപ്പെട്ടിരുന്നു നമ്മൾ. എന്തായിരുന്നു? കല്ലുവഴി ചിട്ടയെ പ്രചരിപ്പിച്ച, ഞാൻ പറഞ്ഞല്ലോ, വെട്ടത്ത് ചിട്ട, കല്ലുവഴി ചിട്ട അല്ലെങ്കിൽ സമ്പ്രദായം, കല്ലടിക്കോടൻ, കപ്ലിംഗ് ഓടൻ. ഇതിൽ കല്ലുവഴി ചിട്ടയെ പ്രചരിപ്പിച്ച കലാകാരനാണ് കലാമണ്ഡലം ഗോപി. സദനം ഹരികുമാറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ വില്യം ഷേക്സ്പിയർ ഇല്ലേ, ലോകം കണ്ട ഏറ്റവും വലിയ നാടകകൃത്തല്ലേ? വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകം, എന്ത് ചെയ്തു? കഥകളിയിലൂടെ അവതരിപ്പിച്ചു. ആര്? സദനം ഹരികുമാർ. ഇതേ വില്യം ഷേക്സ്പിയറുടെ തന്നെ ഒഥല്ലോ എന്ന് പറയുന്ന നാടകം സിനിമയായിട്ട് അവതരിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. ആരായിരുന്നു? ഏതായിരുന്നു സിനിമ? കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയല്ലേ? കളിയാട്ടം എന്ന് പറയുന്ന സിനിമ നമ്മൾ മലയാളത്തിൽ പുറത്തിറക്കി. ആ സിനിമയുടെ കഥ ഏതായിരുന്നു? അത് ഒഥല്ലോ. ആരെഴുതിയ ഒഥല്ലോ? വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥല്ലോ അല്ലേ? അപ്പം ജയരാജ് എന്ന് പറയുന്ന സംവിധായകൻ, കളിയാട്ടം എന്ന് പറയുന്ന സിനിമ ഒഥല്ലോ എന്ന് പറഞ്ഞ കൃതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയോ ജൂലിയസ് സീസർ നമ്മുടെ സദനം ഹരികുമാർ എന്ത് ചെയ്തു? കഥകളിയിലൂടെ അവതരിപ്പിച്ചു അല്ലേ? ഇനി മിലേന സാൽവിനി, പേര് കേട്ടാൽ തന്നെ അറിയാലോ, മലയാളി ആയിരിക്കുമോ? മിലേന സാൽവിനി അല്ല കേട്ടോ, ഇറ്റലിക്കാരിയാണ്. ഇറ്റലിക്കാരിയായ മിലേന സാൽവിനിയുടെ പ്രത്യേകത എന്താ? 2019 കഥകളിയിലെ സമഗ്ര സംഭാവനയ്ക്ക് പത്മശ്രീ നേടിയ കലാകാരിയാണ് മിലേന സാൽവിനി. 2019 പത്മശ്രീ. ഇറ്റലിക്കാരിയാണ് എന്ന കാര്യം ഓർക്കുക. അടുത്തതാരാ? ചേമഞ്ചേരി കുഞ്ഞിരാമൻ. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ. ചേമഞ്ചേരി കുഞ്ഞിരാമനെ കുറിച്ച് അറിയേണ്ട കാര്യം എന്തെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയാണ് ജീവിതരസങ്ങൾ. സാബ്രി. ആനുകാലിക പ്രാധാന്യമുണ്ട്. പത്രത്തിൽ നിറഞ്ഞു നിന്നു, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. എന്താ? കേരള കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി പഠിച്ച് പുറത്തിറങ്ങിയ മുസ്ലിം
വനിത, അല്ലെ, പെൺകുട്ടി. സാബ്രി ചവറപാറുക്കുട്ടി. ചവറപാറുക്കുട്ടി, സാബ്രി ഒരു വനിതയാണ്, ചവറപാറുക്കുട്ടി ഒരു വനിതയാണ്. കഥകളിയിൽ അഭിനയിച്ച ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ചവറപാറുക്കുട്ടി. മാങ്കുളം വിഷ്ണു നമ്പൂതിരി, കുടമാളൂർ കരുണാകരൻ, ദീപ പലനാട് ആദ്യത്തെ വനിതാ ഗായികയാണ്. കഥകളിയിലെ ആദ്യത്തെ വനിതാ ഗായിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപ പലനാടാണ്. കഥകളിയിൽ പൊതുവെ ഗാനങ്ങൾ ആലപിക്കുന്നത് പുരുഷന്മാരായിരുന്നു. ആ പുരുഷന്മാരിൽ തന്നെ കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാന വാക്ക്, അതിനപ്പുറത്തേക്ക് ഒരാളില്ല. ആരാ? കലാമണ്ഡലം ഹൈദരാലി. കഥകളി സംഗീതത്തിലെ കുലപതി, അല്ലെ? കഥകളി സംഗീതത്തിലെ കുലപതിയാണ് കലാമണ്ഡലം ഹൈദരാലി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഓർമ്മക്കുറിപ്പ്, കൺഫ്യൂസിങ് ഫാക്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാ? മഞ്ജുതരം. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് ഏതാ? ഓർത്താൽ വിസ്മയം. അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മാറിപ്പോയിക്കരുതേ. ഓക്കെ, അപ്പോൾ കഥകളിയെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? കഥകളി എന്ന കലാരൂപത്തെ നമ്മൾ പരിചയപ്പെട്ടു. അതിലെ ചടങ്ങുകൾ, അതിലെ പ്രഗത്ഭര്, അതിലെ വേഷങ്ങൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. അടുത്ത കലാരൂപം നമ്മൾ നോക്കിക്കേ, പടയണി എന്ന് പറഞ്ഞ കലാരൂപമാണ് കാണുന്നത്. പടയണിയെക്കുറിച്ച് നമുക്കിനി വിശദമായിട്ട് ഓരോ കലയും പറഞ്ഞു പോകാൻ സമയമില്ല, സമയപരിധിയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കലകളുടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. പടയണി പത്തനംതിട്ടയിൽ രൂപം കൊണ്ടൊരു കലാരൂപം അല്ലേ? പടയണി ഗ്രാമം എവിടെയാണ്? പത്തനംതിട്ടയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ് അല്ലേ? അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പടയണി എന്ന് പറഞ്ഞൊരു കലാരൂപം രൂപം കൊണ്ടു. ഈ ഒരു കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആ കാണുന്ന ചിത്രം തന്നെ. എന്താ നിങ്ങൾ കാണുന്നേ? ആ ചിത്രത്തിൽ നോക്കിക്കേ, എന്താ കാണുന്നേ? ഒരു കോലം കെട്ടി തലയിൽ വെച്ചിട്ടുണ്ട്. ആ കോലത്തിലേക്ക് നോക്കിക്കേ, എന്താ കാണുന്നേ? പഞ്ചഭൂതങ്ങളുടെ ചിത്രമാണ് കാണുന്നേ. ആ കോലം ഉണ്ടാക്കിയതേ പച്ചപ്പാള കൊണ്ടാണ് കേട്ടോ. പച്ചപ്പാളയിൽ പഞ്ചഭൂതങ്ങളുടെ കോലങ്ങൾ വരച്ച്, ചിത്രങ്ങൾ വരച്ച് കോലം കെട്ടി സംഘടിതമായി തുള്ളുന്ന കലയാണ് പടയണി. സംഘടിത കോലം തുള്ളൽ. ഈ സംഘടിത കോലം തുള്ളലിൽ നിന്നുമാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളലുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് സംഘടിത കോലം തുള്ളലിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയ കലയ്ക്ക് അദ്ദേഹം തുള്ളൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പടയണി എന്ന് പറഞ്ഞാൽ കടമ്മനിട്ട എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്ന കലാരൂപം അല്ലേ? സംഘടിത കോലം തുള്ളൽ. ഈ സംഘടിത കോലം തുള്ളൽ എന്ന് പറയുന്ന ഈ പടയണിയിൽ പിന്നിൽ നിങ്ങൾ കാണുന്നുണ്ടാവാം, ഒരു തീപ്പന്തമൊക്കെ കാണുന്നുണ്ടാവാം. തീ ഇങ്ങനെ കത്തുന്നത് കാണാം. കുറേ ചൂട്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കുന്നുണ്ട് അല്ലേ? പടയണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് എന്ത്? ചൂട്ടുവെപ്പ് എന്ന് പറയുന്നത്. ദ്രാവിഡ സംസ്കാരത്തിൽ രൂപം കൊണ്ട് ബുദ്ധമതത്തിൽ നവോത്ഥാനം സംഭവിച്ച കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത് കേട്ടോ. വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല, നമ്മൾ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോയി. സോ നെക്സ്റ്റ്, യക്ഷഗാനം. യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം. യക്ഷഗാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. ശരിക്കും ഇത് കാസർഗോഡുകാരുടെ കലാരൂപമാണോ? അല്ല. ഇത് ആരുടെ കലാരൂപമാണ്? കർണാടകക്കാരുടെ കലാരൂപമാണ്. വരദരാജ വെങ്കിട്ടരാമ ക്ഷേത്രത്തിൽ, അതുപോലെ കനറ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന കലാരൂപമാണ് ഇത് യക്ഷഗാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യക്ഷഗാനം എന്ന് പറയുന്ന ഈ കലാരൂപം എങ്ങനെ നമ്മുടെ അടുത്തെത്തി? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടന്ന സമയത്തെ കർണാടകയിലെ ഒരു സ്ഥലം കാസർഗോഡിന് ചേർത്തിട്ടില്ലായിരുന്നോ? ഹോസ്ദുർഗ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു കലാരൂപവും കൂടി കിട്ടി. ഏതാ? യക്ഷഗാനം അല്ലേ? പാർത്ഥിസുഭൻ കർണാടകയിൽ സൃഷ്ടിച്ചിരുന്ന ബയലാട്ടം എന്ന കലാരൂപമാണ് ഇപ്പം കാസർഗോഡ് നമ്മുടെ എന്തായി മാറിയിരിക്കുന്നത്? യക്ഷഗാനമായിട്ട് മാറിയിരിക്കുന്നത്. ഈ യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി അല്ലേ? ഈ യക്ഷഗാനത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, ആ കിരീടം ഒന്ന് ശ്രദ്ധിച്ചേ. യക്ഷഗാനത്തിൻ്റെ കിരീടത്തിലേക്കൊന്ന് നോക്കൂ. ആ കിരീടം, യക്ഷഗാനത്തിൻ്റെ കിരീടം കണ്ടല്ലോ, വളരെ വ്യത്യസ്തമായ കിരീടം. പഗഡേ. പേരെന്താ? പഗഡേ. പഗഡേ എന്ന കിരീടം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? യക്ഷഗാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തുള്ളൽ. നമുക്ക് അതിവേഗത്തിൽ പറയണേ വരും, കാരണം നമുക്ക് സമയമില്ല, പരിമിതികളുണ്ട്. വിശദമായിട്ട് നമുക്ക് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. തുള്ളൽ 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ
അമ്പലപ്പുഴയിൽ രൂപീകരിച്ചിരിക്കുന്ന കലാരൂപമാണ് ഇത് തുള്ളൽ എന്ന് പറയുന്നത്. അല്ലേ? പാവങ്ങളുടെ കഥകളി ഓട്ടംതുള്ളൽ, കൈരളിയുടെ പൊട്ടിച്ചിരി, അല്ലേ തുള്ളൽ. ഈ തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിൽ മദ്ദളവും കുഴിത്താളവുമാണ് വാദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തുള്ളൽ 3 തരം തുള്ളലുണ്ട് അല്ലേ? ആദ്യം അവതരിപ്പിച്ച തുള്ളൽ എന്താ? കുഞ്ചൻനമ്പ്യാർ ആദ്യമായിട്ട് സൃഷ്ടിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ കേട്ടിരിക്കുന്നത്? നമ്മുടെ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ചൻനമ്പ്യാർ ഉറങ്ങിപ്പോയി. ചാക്യാർ എന്ത് ചെയ്തു? കുഞ്ചൻനമ്പ്യാരെ പരിഹസിച്ചു. പരിഹാസം ഏറ്റുവാങ്ങിയ കുഞ്ചൻനമ്പ്യാർ തങ്ങളുടെ മിഴാവ് പോലും എടുക്കാതെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് ആലോചിക്കുകയും ചെയ്തു, തനിക്ക് പണി തന്ന ചാക്യാർക്കൊരു തിരിച്ചു പണി കൊടുക്കാതെ ഞാനിനി ഉറങ്ങില്ല. അങ്ങനെ തീരുമാനിച്ച അദ്ദേഹം ഒരു പുസ്തകം എഴുതി. നീലകണ്ഠൻ എഴുതിയിരുന്ന കല്യാണ സൗഗന്ധികം മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം എഴുതി. എന്നിട്ട് തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യുവാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്ത് പോയിട്ട് രാത്രി ഒരു കല അവതരിപ്പിക്കുന്നു. അതാണെന്ത്? ശീതങ്കൻ തുള്ളൽ. അല്ലേ? തുള്ളലിൽ ആദ്യത്തെ തുള്ളലാണ് ഇത്, ശീതങ്കൻ തുള്ളൽ. അതിലാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന കഥ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലേ? പിന്നീട് അപ്ഡേഷൻ വന്നു, തുള്ളൽ വീണ്ടും അപ്ഡേഷൻ വന്നു. രണ്ടാമതൊരു തുള്ളൽ വന്നു. എന്താണ്? പറയൻ തുള്ളൽ. പകൽ സമയത്ത് സാവധാനമൊക്കെ അവതരിപ്പിച്ചു പോകുന്നൊരു തുള്ളലാണ് പറയൻ തുള്ളൽ. നാഗപടത്തോടു കൂടിയ ഒരു കിരീടം ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ച നമ്മുടെ കുഞ്ചൻനമ്പ്യാർ അവതരിപ്പിച്ച തുള്ളലാണ് പറയൻ തുള്ളൽ. വീണ്ടും അപ്ഡേഷൻ വന്നു. മൂന്നാമതൊരു രൂപം ഉണ്ടായി. ഏതാ? ഓട്ടംതുള്ളൽ. പേര് തന്നെ ഉണ്ട്. എന്താ? ഓട്ടൻ. ഏറ്റവും വേഗതയിൽ അവതരിപ്പിക്കുന്ന തുള്ളലാണ് ഇത് ഓട്ടംതുള്ളൽ. ഏറ്റവും ജനപ്രീതിയേറിയ തുള്ളലാണ് ഇത് ഓട്ടംതുള്ളൽ. ഈ ഓട്ടംതുള്ളൽ ഒരു പാട്ട് പാടുന്നൊരു രീതിയില്ലേ? നല്ല രസമാണ് ആ പാട്ട് കേൾക്കാൻ, അല്ലേ? ആ രീതി, അതാണ്, ആ വൃത്തമാണ് തരങ്കിണി. ഓട്ടംതുള്ളലിൻ്റെ വൃത്തം എന്താ? തരങ്കിണിയാണ്. ഈ തുള്ളലിൻ്റെ വാദ്യം മദ്ദളവും കുഴിത്താളവുമാണ്. ഇതിലേറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചില വ്യക്തികളാണ് കലാമണ്ഡലം ദേവകി, കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം ഗീതാനന്ദൻ. തൽക്കാലം നമുക്ക് തുള്ളൽ നിർത്തിയാലോ? വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാനേ സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നമുക്ക് സമയമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കലകളുടെ ത്രെഡ് ആണ് അത് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ അറിയാലോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? കഥകളിയാണ്. മോഹിനിയാട്ടമാണോ? അല്ല, മോഹിനിയാട്ടം എന്താ പറയുന്നത്, ലാസ്യ പ്രാധാന്യമുള്ള പണ്ടുകാലത്ത് കൊട്ടാരത്തിലൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതുപോലെ കുച്ചുപ്പിടി നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൻ്റെ കലാരൂപമാണ്, ക്ലാസിക്കൽ ഡാൻസാണ്. ഭരതനാട്യം തമിഴ്നാടിൻ്റെ കലാരൂപമാണ്, ക്ലാസിക്കൽ ഡാൻസാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ ഒരുപാട് രസങ്ങൾ, അല്ലെങ്കിൽ നവരസങ്ങളിലെ രസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രൂപീകരിച്ചൊരു കലാരൂപമാണ് ഭരതനാട്യം. പേര് തന്നെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഭരതമുനിയുടെ നാട്യശാസ്ത്രം, ഭരതനാട്യം, അല്ലേ? എന്നാൽ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? കഥകളിയാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ഓക്കെ, ശരിയല്ലാത്ത ജോഡി ഏത്? ഗദ്ദിക, വയനാട്. ശരിയാണോ? ആണ്. ഗദ്ദിക വയനാട്ടിലെ കലാരൂപമാണ്. അവിടുത്തെ ഒരു ഗോത്ര കലാരൂപമാണ്. ഊരിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു കൂടോത്രമാണ്, അല്ലേ? തുടി എന്ന വാദ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് PK കാളനൊക്കെ ഒരുപാട് പ്രചരിപ്പിച്ചൊരു കലാരൂപമാണ് ഗദ്ദിക. ഒരു സംശയം വേണ്ട, വയനാട്ടിൽ തന്നെ. അർജുന നൃത്തം കോട്ടയം ജില്ലയിലും ഉണ്ട്, ആലപ്പുഴയിലും ഉണ്ട്. നമുക്കറിയാം, ആലപ്പുഴ പിന്നെ ഓപ്ഷനിലില്ലല്ലോ, കോട്ടയം ഉണ്ടല്ലോ, സമ്മതിച്ചു. എന്ത് തന്നെയാ? ശരിയാണ്. കണ്യാർ കളി എന്ന് പറഞ്ഞാൽ എന്താ? വിഷുവിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ കർഷകർ നടത്തുന്ന ഒരു ആഘോഷമാണ്, അല്ലേ? കണ്യാർ കളി പാലക്കാട്. തെയ്യം മലപ്പുറം ആണോ? ഒരിക്കലും അല്ല, അല്ലേ? തെയ്യം മലപ്പുറത്തല്ല. തെയ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കണ്ണൂരുകാരുടെ വികാരമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നാടാണ് കണ്ണൂർ. തെയ്യം മ്യൂസിയം കണ്ണൂരാണ്, അല്ല? തെയ്യം കലാകാരനാണ് കോലക്കാരൻ എന്നറിയപ്പെടുന്നത്. തെയ്യത്തിൻ്റെ പാട്ടെന്താ? തെയ്യത്തിൻ്റെ പാട്ടാണ് തോറ്റം പാട്ട്. എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രം ഏതെന്നറിയോ? കണ്ണൂർ ജില്ലക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അല്ലേ? കണ്ണൂർ ജില്ലക്കാരുടെ വികാരം
പറശ്ശിനിക്കടവ് ക്ഷേത്രം അല്ലേ? മറക്കാൻ പറ്റില്ല, പോയ ഒരാൾക്കും മറക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം. എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രമാണ് ഏത്? തെയ്യം എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ് ചോദ്യം. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്തവ കൂടിയാട്ടം, മുടിയേറ്റ്, പുലികളി, കാൽബെല്ലിയ. ഈ ഒരു ചോദ്യം വരുമ്പോൾ പലർക്കും ചെറിയൊരു സംശയം വരുന്നു. രണ്ടെണ്ണം ഓക്കെ, കാരണം എന്താ? കൂടിയാട്ടം 2001 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി, മുടിയേറ്റ് 2010 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. പക്ഷേ പുലികളിയോ കാൽബെല്ലിയയും കൂടെ വന്നതുകൊണ്ടാണ് സംശയം അല്ലേ? നോക്കൂ, കാൽബെല്ലിയ രാജസ്ഥാനിലെ ഒരു കലാരൂപമാണ് കേട്ടോ. രാജസ്ഥാനിലെ കലാരൂപമായ കാൽബെല്ലിയ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഇടം നേടാത്തത് ഏതാണ്? പുലിക്കളിയാണ്. അസമിലെ പരമ്പരാഗത കലാരൂപം ഏത്? കഥക്ക്. അസമിലാണോ? കഥക്ക് എവിടെയാ? കഥക്ക് ഉത്തർപ്രദേശിലെ കലാരൂപമാണ്, ക്ലാസിക്കൽ ഡാൻസ് ആണ്. സാത്രിയ ആണോ? ആണ്. സാത്രിയ എന്ന് പറഞ്ഞ കലാരൂപം അസാമില് ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപില് രൂപം കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് ഇത് സാത്രിയ എന്ന് പറയുന്നത് അല്ലേ? സാത്രിയ മാജുലി ദ്വീപിൽ രൂപം കൊണ്ടു. മാജുലി ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മാജുലി ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ദ്വീപ് ജില്ലയാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ദ്വീപ് ജില്ലയാകുന്നതിന് മുൻപ് അത് ജോർഹത്ത് എന്ന് പറഞ്ഞൊരു ജില്ലയുടെ ഭാഗമായിരുന്നു. ഈ ജോർഹത്തിലാണ് സാത്രിയ രൂപം കൊണ്ടത്. ആസാമിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ്, സാംസ്കാരിക നൃത്തരൂപമാണ്. അതുകൊണ്ട് ആ ജോർഹത്താണ് ആസാമിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. കാരണം സാത്രിയ രൂപം കൊണ്ട പഴയ ജില്ല ഇപ്പം മാജുലിയായി മാറി. ഒഡീഷയുടെ കലാരൂപമാണ് അല്ലേ? ജയദേവൻ എന്ന് പറയുന്ന ബംഗാളി കവി സ്വന്തമായിട്ട് എഴുതിയ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ ഭാര്യയൊരു നർത്തകിയായിരുന്നു കേട്ടോ ജയദേവൻ്റെ. ആ ഭാര്യ നൃത്തത്തിലൂടെ അവതരിപ്പിച്ച് ഒഡീഷ മുഴുവൻ പ്രചരിപ്പിച്ച ഒഡീഷയുടെ ക്ലാസിക്കൽ ഡാൻസ് ആണിത് ഒഡിസ്സി. ചൗ എന്ന് പറഞ്ഞ കലാരൂപം അടുത്തിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ചൗ എന്ന് പറഞ്ഞ കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്താ? ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആ ഭാഗത്തൊക്കെയായിട്ട് കാണപ്പെടുന്ന ഒരു കലാരൂപമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസിലേക്ക് ചൗ എന്ന് പറഞ്ഞൊരു കലാരൂപവും കൂടെ കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ബംഗാളിലെ കലാരൂപമാണ്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? സാത്രിയ. ഓക്കെ, നെക്സ്റ്റ്, പടയണിയിലെ വാദ്യങ്ങൾ. പടയണിയിലെ വാദ്യം എന്ന് പറഞ്ഞാൽ തപ്പ് എന്ന വാദ്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. തപ്പ് പടയണിയിലെ വാദ്യമാണ് തപ്പ്. തപ്പിൻ്റെ കോമ്പിനേഷനായിട്ട് ചെണ്ട കൂടെ. ഓക്കെ, പടയണിയിലെ വാദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. തപ്പാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലേക്ക് ചെണ്ടയും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ലിറ്ററേച്ചർ, സാഹിത്യം. അപ്പോൾ നമ്മുടെ കലകൾ നമ്മൾ ഏകദേശം തീർത്തു അല്ലേ? ഏകദേശം തീർത്തു എന്ന് വെച്ചാൽ അതിവേഗത്തിൽ പോയതാണ്. ഇത്ര സമയം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. വിശദമായിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. നമ്മൾ ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു മാർക്ക് കിട്ടാനുള്ള ഒരു എന്താ പറയുക, അതിവേഗത്തിൽ നമ്മളൊന്ന് പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്താണ്? ലിറ്ററേച്ചർ, സാഹിത്യം. സാഹിത്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൂടുതലും ചോദിക്കുന്നത് എന്താ? പുസ്തകങ്ങളാണ്. ആരെഴുതി, വരികൾ, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ് ഇത് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യം നമുക്ക് എന്തായാലും ഈ ഒരു 2 മണിക്കൂർ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ത്രെഡ് തന്നേക്കാം. സാഹിത്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്നാണ്. എന്താണ് സാഹിത്യ പ്രസ്ഥാനം? മലയാള ഭാഷയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് അല്ലേ? ഭാഷയിലെ അപ്ഡേഷൻസ് ആണ് സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സാഹിത്യ പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ PSCയിൽ വളരെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ തന്നെ നമുക്ക് പഠിക്കണമല്ലോ. മലയാളം എങ്ങനെ രൂപം കൊണ്ടു, എവിടെ നിന്ന് രൂപം കൊണ്ടു, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് വായിക്കാൻ അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്കൊരു പുസ്തകം കിട്ടി. ഇതിനൊക്കെ തെളിവ് നൽകിക്കൊണ്ടൊരു പുസ്തകം കിട്ടി. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു സംസ്കൃത ഗ്രന്ഥം കൊട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് കിട്ടി എന്നൊക്കെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ലീലാതിലകം. മലയാള സാഹിത്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് തെളിവുകൾ നൽകിയിരിക്കുന്ന പുസ്തകമാണിത്, ലീലാതിലകം. ഈ ലീലാതിലകം വായിച്ചു നോക്കിയപ്പോൾ അതിൽ പറയുവാണ് മലയാളം ആരംഭിച്ചത് എങ്ങനെയാ? പദ്യങ്ങളിലൂടെയാണ് അല്ലേ?
അതുമാത്രമല്ല 30 അക്ഷരങ്ങൾ മാത്രമേ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 30 അക്ഷരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പദ്യങ്ങളിലൂടെയായിരുന്നു രചന നടത്തിയത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നു മലയാളത്തിൻ്റെ ആരംഭം എങ്ങനെയാ. മലയാളത്തിൻ്റെ ആരംഭം എന്താണ്? ഒരു ശ്ലോകത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രമിഡ സംഘാതി അക്ഷര നിബന്ധം യദുഗമോന വൃത്ത വിശേഷയുക്തം പാട്ട്. മലയാളത്തിൻ്റെ ആരംഭമാണ് ദ്രമിഡ സംഘാതി അക്ഷര നിബന്ധം യദുഗമോന വൃത്ത വിശേഷയുക്തം പാട്ട്. എന്താണ്? ദ്രമിഡ സംഘാതി അക്ഷര നിബന്ധം എത്തുക മോന വൃത്തവിശേഷയുക്തം പാട്ട്. തമിഴും മലയാളവും കൂടെ കൂട്ടി എതുക മോന വൃത്തങ്ങളിൽ എഴുതിയാൽ അതിനെ എന്ത് വിളിക്കുന്നു? പാട്ട് പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ്. മലയാളത്തിൻ്റെ ആദ്യത്തെ പേര് മലയാളം എന്നൊന്നും അല്ല കേട്ടോ, പാട്ടെന്നായിരുന്നു. അപ്പോൾ എതുക മോന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിചയമില്ല. കാരണം വൃത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഞ്ചരി വൃത്തമാണ്. മഞ്ചരി വൃത്തത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. എതുക മോന എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാള വൃത്തം അല്ല, അല്ലേ? അതെവിടെ നിന്ന് വന്നെയാ? തമിഴിൽ നിന്ന് വന്നിരിക്കുന്ന വൃത്തങ്ങളാണ്. അപ്പോൾ എന്താണ് എതുക, എന്താണ് മോന എന്നൊന്നും നമുക്ക് PSCയിൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. നോക്കൂ, ഞാനൊരു പാട്ട് എഴുതുവാണ്. ഞാൻ എഴുതുന്ന പാട്ടിലെ ഒരു വരിയാണ് രണ്ടാമത്തെ വരി, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി, അങ്ങനെ ഞാൻ വരികൾ എഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതുന്ന ഈ പദ്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാത്തിലെയും രണ്ടാമത്തെ അക്ഷരങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരേപോലെയുള്ള അക്ഷരങ്ങളായിരിക്കും, അല്ലേ? ഒരേ അക്ഷരങ്ങളായിരിക്കും, ഒരേ എന്താ പറയുക, അക്ഷരങ്ങൾ ആവർത്തിച്ച് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കും എതുക. അപ്പോൾ എന്താണ് മോന എന്ന് പറഞ്ഞാൽ? മോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഴുതുന്ന വരികളിലെ ആദ്യത്തെ അക്ഷരം, ഞാനൊരു ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്, എ, രണ്ടാം പകുതിയും ആരംഭിക്കുന്നത് എ കൊണ്ട് തന്നെ ഇരിക്കണം. അതിനെയാണ് മോന എന്ന് വിളിക്കുന്നത്. അപ്പം വ്യത്യസ്തമായ പേരായതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എതുക മോന എന്താണെന്നൊന്നും അറിയേണ്ട. മലയാളത്തിലെ ആദ്യത്തെ വൃത്തങ്ങളാണ് എതുക മോന. അപ്പോൾ ദ്രമിഡ സംഘാതി അക്ഷര നിബന്ധം യദുക മോന വൃത്ത വിശേഷയുക്തമാണെന്ത്? പാട്ട് എന്നറിയപ്പെടുന്നത്, അല്ലേ? ദ്രമിഡ സംഘാതി അക്ഷര നിബന്ധം യദുക മോന വൃത്ത വിശേഷയുക്തം പാട്ട്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ പ്രസ്ഥാനമായിരിക്കുന്ന നമ്മുടെ പാട്ട് പ്രസ്ഥാനത്തിൽ കൃതികളാണ് നമുക്കിനി പരിചയപ്പെടേണ്ടത്. കൃതികൾ നോക്കൂ. ആദ്യത്തെ കൃതിയുടെ പേരെന്താണെന്നറിയോ? രാമചരിതമാണ്. മറ്റൊരു കൃതിയാണ് തിരുനിഴൽമാല. ഇപ്പോഴും നമുക്ക് ഒരുപാട് വാദങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ കൃതി തിരുനിഴൽമാലയല്ലേ, ആദ്യത്തേത് രാമചരിതം തന്നെയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മൾ PSCയിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരം എന്താണ്? ആദ്യത്തെ പുസ്തകം, മലയാളത്തിലെ ആദ്യ ഗ്രന്ഥം രാമചരിതം, അല്ലേ? രാമചരിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം താളിയോലക്കെട്ടുകളിൽ എഴുതിയിരിക്കുന്നൊരു ഗ്രന്ഥമാണല്ലേ. ഇത് എഴുതിയിരിക്കുന്നത് താളിയോലക്കെട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് താളിയോലക്കെട്ടുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയായിരുന്നു. ഇതിന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത് ഒരു മലയാളിയല്ല കേട്ടോ, ഒരു ജർമ്മൻകാരനാണ്, ഹെർമൻ ഗുണ്ടർട്ടാണ്. അങ്ങനെ ഹെർമൻ ഗുണ്ടർട്ട് കണ്ടെത്തിയ താളിയോലക്കെട്ടുകളെല്ലാം ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇനിയും ഉണ്ട് കെട്ട്, ഈ കൃതിയുടെ കെട്ടുകൾ ഇനിയും പല സ്ഥലത്തും ഉണ്ട്. 164 അധ്യായങ്ങൾ ഇതിനുണ്ട്. അധ്യായത്തെ പടലം എന്നാണ് അതിൽ പറയാറുള്ളത്, അല്ലേ? 164 പടലങ്ങളുണ്ട്. അതിൽ 1814 പാട്ടുകൾ ഇതിലുണ്ട്. ഈ കൃതിയിൽ എഴുതിയിരിക്കുന്നത് രാമായണത്തിലെ യുദ്ധകാന്ഡമാണ്, സമ്പൂർണ്ണ രാമായണമല്ല. രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് എഴുതിയിരിക്കുന്നത്. ഈ രാമായണത്തിലെ യുദ്ധകാന്ഡം രാമചരിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആര് അറിയില്ല. പക്ഷെ ആ 1814 പാട്ടുകൾ പാടി നോക്കിയപ്പോൾ, അല്ലെങ്കിൽ വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു വരി കണ്ടു. എന്തെന്നറിയോ? ആതിദേവ നിലമുഴുന്ത് മനക്കാമ്പുടയ ചീരാമനമ്പി നൊടിയമ്പിന തമിഴ് കവി വെൽവോർ. ആതിദേവ നിലമുഴുന്ത് മനക്കാമ്പുടയ ചീരാമനമ്പി നൊടിയമ്പിന തമിഴ് കവി വെൽവൂർ. അതുകൊണ്ട് നമ്മൾ പുള്ളിക്കൊരു പേര് കൊടുത്തു. എന്താണ്? ചീരാമൻ. മലയാളത്തിൻ്റെ ചോസർ, അല്ലേ? മലയാളത്തിൻ്റെ ആദ്യത്തെ കവിയാണ് ഇദ്ദേഹം. മലയാളത്തിൻ്റെ ചോസറാണ് ഇദ്ദേഹം, ചീരാമകവി. അപ്പോൾ ഈ രാമചരിതത്തെക്കുറിച്ച് വീണ്ടും പല വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചീരാമൻ ആരാണ് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചീരാമൻ്റെ പേര് അങ്ങനെയല്ല.
ആദിത്യവർമ്മയാണ്, തിരുവിതാംകൂർ ഭരിച്ചൊരു രാജാവാണ്, രാമരാമവർമ്മയാണ്, ശിവന്റെ തദ്ഭവ രൂപമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പല വാദങ്ങളും നടന്നിട്ടുണ്ട്. തൽക്കാലം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആദ്യ കൃതി രാമചരിതമാണ്. ചിരാമൻ എഴുതി, മലയാളത്തിൻ്റെ ചോസറാണ്. അടുത്ത കൃതി ഏതാ? തിരുനിഴൽമാല. ആരെ എഴുതിയെന്നറിയോ? ഗോവിന്ദൻ. അല്ലേ, നമ്മുടെ കണ്ണൂർ അതിർത്തി മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൽ നോക്കിയാണ് തിരുനിഴൽമാലയുടെ നമ്മുടെ താളിയോലക്കെട്ട് കിട്ടുന്നത്. ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക നാമമാണ്. തിരുനിഴൽമാല എന്ന് പറഞ്ഞ കൃതിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? 3 അറിവുകൾ നമുക്ക് ഈ കൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? മാമാങ്ക ചരിത്രം പരാമർശിക്കപ്പെട്ട കൃതി. ആറന്മുള ക്ഷേത്ര ചരിത്രം. പരശുരാമൻ മഴുവറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണിത്, തിരുനിഴൽമാല. നോക്കൂ, പാട്ട് പ്രസ്ഥാനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജ് വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പ്രസ്ഥാനമാണിത്. മണിപ്രവാളം. എന്താണ് മണിപ്രവാളം? ഭാഷാ സംസ്കൃത യോഗ. ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം. മലയാളവും സംസ്കൃതവും ചേർത്തെഴുതിയാൽ മണിപ്രവാളം, തമിഴും മലയാളവും ചേർത്തെഴുതിയാൽ പാട്ട്, അല്ലേ? മണിപ്രവാളം, അല്ലേ? മുത്തും പവിഴവും. മുത്തും പവിഴവും എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ഇത്. മുത്തും പവിഴവും മണിപ്രവാളം, മലയാളവും സംസ്കൃതവും. ഓക്കെ, അപ്പം മണിപ്രവാളം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് ഇത്. വൈശ്വിക തന്ത്രം എന്നറിയപ്പെടുന്ന അവസാനത്തെ കൃതിയാണ് ഇത്. ചന്ദ്രോത്സവം. ഇത് എഴുതിയ ആളുടെ പേരൊന്നും നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം വൈശ്വികതന്ത്രവും ചന്ദ്രോത്സവവും ഒന്നും അത്രയും പ്രാധാന്യമില്ലാത്ത അത്ര വലിയ പ്രാധാന്യമുള്ള കൃതികളല്ല. അതുകൊണ്ട് തന്നെ പേരൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പേര് നമ്മൾ കൊടുക്കാൻ പോയിട്ടുമില്ല. മണിപ്രവാളത്തിലെ ആദ്യ കൃതി, അവസാന കൃതി ഓർത്തു വയ്ക്കുക. അതിനിടയിലുള്ള മറ്റു കൃതികളൊന്നും തൽക്കാലം നമുക്കിപ്പോൾ നോക്കാൻ സമയമില്ല. കാരണം PSCയിൽ ആദ്യ കൃതി, അവസാന കൃതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ്, PSCക്ക് സാഹിത്യ പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രസ്ഥാനം ഏതാ? ആട്ടക്കഥ. ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? 2021 ശേഷം ഇങ്ങോട്ടുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. അവിടെ സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ആട്ടക്കഥയിൽ നിന്നാണ്. ആ ചോദ്യ പേപ്പറുകളിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ആട്ടക്കഥകളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, ആട്ടക്കഥകളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് തന്നെ ആരാ? കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടത്തിന് വേണ്ടി എഴുതിയതാണല്ലേ. ആദ്യത്തെ ആട്ടക്കഥയാണ് രാമായണം ആട്ടക്കഥ. അതാരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? നമ്മുടെ കൊട്ടാരക്കര തമ്പുരാൻ തന്നെ. എന്തിനു വേണ്ടി? രാമനാട്ടത്തിന് വേണ്ടി, അല്ലേ? കൊട്ടാരക്കര തമ്പുരാൻ. അടുത്തത് നളചരിതം ആട്ടക്കഥ. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാന്നറിയോ? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ സമകാലീന, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, അല്ലേ? ആരാ? ഉണ്ണായി വാര്യരാണ്. ഉണ്ണായി വാര്യർ എന്ന് പറഞ്ഞ കവി നിസാരക്കാരനല്ല കേട്ടോ. മലയാള സാഹിത്യ ചരിത്രത്തിലെ പല കവികളും പലരെയും അനുകരിച്ച് വന്നവരാണ്. ആരെയും അനുകരിക്കാത്ത കവി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ അനുകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും കവികൾ വന്നേക്കാം. എന്നാൽ ആരെയും അനുകരിക്കാത്ത, ആർക്കാലും അനുകരിക്കാൻ സാധിക്കാത്ത കവിയാണ് ആര്? ഉണ്ണായി വാര്യർ. ആർക്കും അനുകരിക്കാനും സാധിക്കില്ല, അല്ലേ? അദ്ദേഹം എഴുതിയിരിക്കുന്ന നളചരിതം ഇല്ലേ, മലയാളത്തിലെ എല്ലാ ലക്ഷണവും ഒത്ത ആട്ടക്കഥയാണിത്. നളചരിതം മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം, അല്ലേ? മലയാളത്തിൻ്റെ ശാകുന്തളമാണ് നളചരിതം. ഓക്കെ, അപ്പം നളചരിതം ആട്ടക്കഥ. ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന ആട്ടക്കഥയാണ് ദക്ഷയാഗം ആട്ടക്കഥ, ഉത്തരാസ്വയംവരം ആട്ടക്കഥ, കീചകവധം ആട്ടക്കഥ. ഓക്കെ, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം. ദക്ഷയാഗം 2 തവണ ആവർത്തിച്ചു, അല്ലേ? നമുക്ക് ഒന്നങ്ങ് വെട്ടിയേക്കാം. ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം 3 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ചോദ്യം കണ്ടിട്ടുണ്ടാവും, അല്ലേ? എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നേ? എന്തായിരുന്നു ദക്ഷയാഗം ആട്ടക്കഥയും ഉത്തരാസ്വയംവരം ആട്ടക്കഥയും കീചകവധവുമായി ബന്ധപ്പെട്ട് ചോദിച്ചതെന്നറിയോ? സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്ന ഒരു കവിയില്ലേ, ഇരയിമ്മൻ തമ്പി. ഈ ഇരയിമ്മൻ തമ്പി എഴുതിയിരിക്കുന്ന ആട്ടക്കഥകളാണിത് 3. ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇരയിമ്മൻ തമ്പിയുടേതല്ലാത്ത ആട്ടക്കഥ ഏതെന്നായിരുന്നു ചോദ്യം കേട്ടോ. ഓക്കെ, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം.
ഭഗവതം കിർമീരവതം കല്യാണ സൗഗന്ധികം നിവാദ കവചകാലഘേയവതം. ഭഗവതം ആട്ടക്കഥ, കിർമീരവതം ആട്ടക്കഥ, കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, നിവാദ കവചകാലഘേയവതം. അല്ലേ? ഭഗവതം എന്ന് പറഞ്ഞൊരു ആട്ടക്കഥ എഴുതിക്കൊണ്ട് നിവാദ കവചകാലഘേയവതം വരെ കടുപ്പമേറിയ ആട്ടക്കഥകൾ സമ്മാനിച്ച ആ വ്യക്തി ആരാ? കോട്ടയത്തു തമ്പുരാൻ. കോട്ടയത്തു തമ്പുരാൻ. എല്ലാ ആട്ടക്കഥകളും കൂടെ പറയാൻ നമുക്ക് സമയമില്ല അല്ലേ? PSCയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ആട്ടക്കഥകൾ നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന സാഹിത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓക്കെ, കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചിരാമകവിയാണ്. ചെറുശ്ശേരി എന്താ? ഋതുക്കളുടെ കവിയാണ് അല്ലേ? രാമപ്പണിക്കരോ? ഭക്തിപ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണ് രാമപ്പണിക്കർ. കാരണം കണ്ണശ രാമായണവും കണ്ണശ ഭാഗവതവും ശിവരാത്രി മഹാത്മ്യവും ഒക്കെ നമുക്ക് എഴുതി തന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവിയാണ് അല്ലേ? ഓക്കെ, വാൽമീകി രാമായണം വിവർത്തനം ചെയ്ത കവി ആര്? കവിത്രയങ്ങളിലേക്കാണ് നമ്മൾ ഓപ്ഷനിൽ പോകുന്നത് അല്ലേ? വള്ളത്തോളുണ്ട്, കുമാരനാശാനുണ്ട്, ഉള്ളൂരുണ്ട്, ചങ്ങമ്പുഴയുണ്ട്. ചങ്ങമ്പുഴ കവിത്രയത്തിൽ പെടുന്നില്ല, ആധുനിക കവിത്രയത്തിൽ പെടുന്നതല്ല. എന്നാലും വള്ളത്തോളും ആശാനും ഉള്ളൂരും ഒക്കെ ആധുനിക കവിത്രയത്തിൽ പെടുന്നതാണ്. വള്ളത്തോളാണ് വാൽമീകി രാമായണം വിവർത്തനം ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇന്ത്യയിൽ രചിക്കപ്പെട്ട വലിയ കൃതികളിൽ പ്രധാനപ്പെട്ട 3 കൃതികൾ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തു തന്നത് വള്ളത്തോളാണ്. ഒന്ന്, വേദങ്ങളിലെ പ്രധാനപ്പെട്ട വേദമായ ഋഗ്വേദം മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ആരാ? വള്ളത്തോളാണ്. വാൽമീകിയുടെ രാമായണം മലയാളത്തിലേക്ക് എഴുതി തന്നത് ആരാണ്? വള്ളത്തോളാണ്. പിന്നെയോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതി കൂടെ ഉണ്ടല്ലോ, ശാകുന്തളം അല്ലേ? ശാകുന്തളം, കാളിദാസന്റെ ശാകുന്തളം മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആരാ? വള്ളത്തോളാണ്. ഓക്കെ, ഇതിന് പുറമെ എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ ഗാന്ധിജിയെക്കുറിച്ച് കൃതി എഴുതിയിട്ടുണ്ട് വള്ളത്തോള്. മലയാളത്തിൻ്റെ തല എന്ന പേരിൽ ശങ്കരാചാര്യരെക്കുറിച്ച് കൃതി എഴുതിയിട്ടുണ്ട് വള്ളത്തോള്. ആശാനിലേക്കും ഉള്ളൂരിലേക്കും ഒന്നും പോകാൻ ഇപ്പം നമുക്ക് സമയമില്ല. സോ രാമായണം ചമ്പു എഴുതിയതാര്? ചമ്പു. കേട്ട് പരിചയമുണ്ടോ? ചമ്പു. എന്താ ചമ്പു? മലയാളത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? പദ്യങ്ങളിലൂടെയായിരുന്നു. ഗദ്യവും പദ്യവും കൂടെ ചേർത്തെഴുതുന്ന സാഹിത്യ രൂപമാണ് ഇത്. സാഹിത്യ പ്രസ്ഥാനമാണ് ചമ്പു എന്ന് പറയുന്നത്. ആ ചമ്പുവിലെ ഏറ്റവും വലിയ ചമ്പുവാണ് ഇത്, രാമായണം ചമ്പു. എഴുതിയതാരാ? പുനൻ നമ്പൂതിരി അല്ലേ? രാമായണം ചമ്പു എഴുതിയത് പുനൻ നമ്പൂതിരിയാണ്. പുനൻ നമ്പൂതിരി, അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരക്കവി എന്ന് വിളിക്കുന്നത്. അരക്കവി. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവിക്രമൻ്റെ സദസ്യനായിരുന്നു പുനൻ നമ്പൂതിരി അല്ലേ? അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് 18 അരക്കവികൾ ഉണ്ടായിരുന്നത്. അതിലെ അരക്കവിയാണ് ആര്? പുനൻ നമ്പൂതിരി. വൃത്തങ്ങൾ. മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വൃത്തങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. യദുഗാമോന വൃത്തങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? പാട്ട് പ്രസ്ഥാനത്തിലെ വൃത്തങ്ങളാണ്. നിരണം വൃത്തം. ഭക്തി പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ രചന നടത്തിയിരുന്നത് നിരണം വൃത്തമാണ്. അതായത് നമ്മുടെ കണ്ണശന്മാരില്ലേ, രാമപ്പണിക്കർ, മാധവ പണിക്കർ, അതുപോലെ തന്നെ ശങ്കരപ്പണിക്കർ, 4മതൊരാൾ കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കണ്ണശ കവികൾ എന്ന് പറയുമ്പോൾ, ഭക്തിപ്രസ്ഥാന കവികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിരണം കവികൾ എന്ന് പറയുമ്പോൾ മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ 3 പേരെ നമ്മൾ ഓർക്കാറുള്ളൂ. 3 പേര് മാത്രമല്ല, കരുണേശൻ എന്ന് പറഞ്ഞൊരു കവി കൂടെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ കൃതിയൊന്നും പൂർണ്ണമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് ആ പേര് നമുക്ക് PSCയിൽ കാണാൻ കൂടുതൽ സാധിക്കാറില്ല എന്നതാണ് സത്യം. അപ്പോൾ അവർ രചന നടത്തിയിരുന്ന വൃത്തമാണ് നിരണം. എന്നാൽ മഞ്ചരി അറിയാലോ, എന്താണ്? നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി കോലത്തു നാട്ടുണ്ടായിരുന്ന ഉദയവർമ്മ തമ്പുരാനുമായിട്ട് ചതുരംഗം കളിക്കുകയും അത് തോൽക്കാനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചൊല്ലിക്കൊടുത്തു? ഉന്തുന്തുന്തുന്തുന്ത് അല്ലേ? അത് ചൊല്ലിക്കൊടുത്തു. ആ താളത്തിൽ ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതി. അതാണ് മഞ്ചരി. ഈ മഞ്ചരിയാണ് ആദ്യത്തെ ഭാഷാവൃത്തം എന്നറിയപ്പെടുന്നത്. കാരണം പഴയ വൃത്തങ്ങളൊക്കെ തമിഴിൽ നിന്ന് വന്നതാണ്. ഇവിടെ രൂപം കൊണ്ട ഫസ്റ്റ് വൃത്തമാണിത്, മഞ്ചരി. ഇതിനെയാണ് നമ്മൾ ഗാഥാവൃത്തം എന്ന് പറയുന്നത് കേട്ടോ. ഗാഥാവൃത്തം ചെറുശ്ശേരിയുടെ വൃത്തമാണല്ലേ? ശരിക്കും ചെറുശ്ശേരിയല്ല, ഉദയവർമ്മ തമ്പുരാൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത വൃത്തമാണ്. പക്ഷേ ചെറുശ്ശേരിക്കാണ് ക്രെഡിറ്റ് അല്ലേ? ഓക്കെ, ചെറുശ്ശേരിയെ പ്രാചീന മലയാള കവിത്രയങ്ങളിൽ ഒന്നാമനായിട്ട് പറയാനുള്ള കാരണം കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ ഒരു കൃതി കൊണ്ട് മാത്രമല്ല. കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലെ ദശമസ്കന്ധം മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കൃതിയാണ്.
അല്ലേ? ദശമസ്കന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ കൃഷ്ണഗാഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ആ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ കൃതി എഴുതിയോട് കൂടിയാണ് മലയാളത്തിൽ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരാൻ തുടങ്ങുന്നത്, അല്ലേ? ഉപമ, ഉൽപ്രേക്ഷ, രൂപകം, ഇതൊക്കെ ഈ കൃഷ്ണഗാഥയോട് കൂടിയിട്ടാണ് മലയാളത്തിൽ സജീവമാവുന്നത്. അതൊക്കെ ഉണ്ടാക്കി തന്ന ചെറുശ്ശേരി നമ്പൂതിരിയെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല. നല്ലൊരു സ്ഥാനം കൊടുക്കണ്ടേ? പ്രാചീന കവിത്രയങ്ങളിൽ ഒന്നാമൻ. കേക കാകളി കളകാഞ്ചി എന്ന നട കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ വൃത്തങ്ങളാണ്, അല്ലേ? കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ്റെ പ്രസ്ഥാനമാണ്. ഇതെന്താ ഇങ്ങനൊരു പേര് കൊടുത്തേ? ഇങ്ങനൊരു പേര് കൊടുത്തത് എന്തുകൊണ്ടാ? എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവൊക്കെ ആണെങ്കിലും ആള് ഒരു പേടിത്തൊണ്ടനായിരുന്നു. കാരണം എന്താ? പല കവികളും അനുഭവിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു. എഴുതിയ വരികളിൽ അറം പറ്റിയ കവികളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എഴുതുന്ന വരികളിൽ അറം പറ്റുമോ എന്ന ഭയം ഉള്ളത് കൊണ്ട് നമ്മുടെ എഴുത്തച്ഛൻ എന്ത് ചെയ്തു? വീട്ടിലൊരു തത്തയെ വളർത്തിയല്ലേ? പൈങ്കിളി, അല്ലേ? ശാരിക, പൈങ്കിളി പെണ്ണ് എന്നൊക്കെ വിളിക്കും അദ്ദേഹം. ആ തത്തയോട് ചോദിച്ചിട്ട് അദ്ദേഹം എഴുതി. അപ്പോൾ അറം പറ്റുവാണെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? തത്തയ്ക്ക്, കിളിക്ക്. അതുകൊണ്ട് പേര് കൊടുത്തു കിളിപ്പാട്ട് പ്രസ്ഥാനം. കേക്ക കാക്കളി കളകാഞ്ചി അന്ന നട. ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും ഉണ്ട് ഊനക്കാകളി, ദ്രുതകാകളി, മണികാഞ്ചി എന്നൊക്കെ പറഞ്ഞ വൃത്തങ്ങൾ കൊണ്ടുള്ള ആറാട്ടാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ, അല്ലേ? എന്നാൽ ഈ 4 വൃത്തങ്ങളാണ് പരീക്ഷയിൽ കൂടുതലും വരാറുള്ളത്. നദോന്നത. നമ്മുടെ മാർത്താണ്ഡവർമ്മ വള്ളം തുഴഞ്ഞു പോകുന്ന സമയത്തെ, വള്ളം തുഴഞ്ഞു പോവല്ല, മാർത്താണ്ഡവർമ്മ വൈക്കം ക്ഷേത്രത്തിൽ തൊഴുത് കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് അതിവേഗത്തിൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ എത്തേണ്ടതുണ്ടായിരുന്നു. വേഗം കൊട്ടാരത്തിലെത്തണം. അതുകൊണ്ട് വള്ളത്തിലുണ്ടായിരുന്ന തുഴക്കാരോട് വേഗത്തിൽ തുഴയാൻ പറഞ്ഞിട്ട് തുഴയ്ക്ക് സ്പീഡ് കൂടാതെ വന്നപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കൂടെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സാഹിത്യകാരനാണ് ആര്? രാമപുരത്ത് വാര്യർ, അല്ലേ? ഈ രാമപുരത്ത് വാര്യരോട് മാർത്താണ്ഡവർമ്മ, ഏത് മാർത്താണ്ഡവർമ്മ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കേട്ടോ. അദ്ദേഹം പറയുകയാണ്, എന്ത്? വാര്യരെ, നിങ്ങളൊരു താളം ഇട്ട് കൊടുക്കൂ, ആ താളത്തിനൊത്ത് അവർ തുഴയട്ടെ. അങ്ങനെ വാര്യരൊരു താളം ഇട്ട് കൊടുത്തു. ആ താളത്തിലൂടെ അദ്ദേഹം ഒരു പാട്ട് പാടി. ആ പാട്ടാണ് വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമാണ് നഥോന്നത, അല്ലേ? ഓക്കെ, നഥോന്നത. അപ്പോൾ നഥോന്നത എന്ന് പറയുന്ന വൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമാണ്. തരങ്കിണി മല്ലിക തുള്ളലിലെ വൃത്തങ്ങളാണ്. തുള്ളലിലെ വൃത്തം ചോദിക്കുമ്പോൾ കൂടുതലും തരങ്കിണിയാണ് നമുക്ക് ഓപ്ഷനിൽ വരിക. ഒട്ടം തുള്ളലിലെ വൃത്തമാണ്. മല്ലിക അത്ര പ്രചാരത്തിൽ എത്തിയിട്ടില്ല, പക്ഷേ അതൊന്നും അറിഞ്ഞിരിക്കുക. വൃത്തങ്ങൾ. ഓക്കെ, സമീപകാല പരീക്ഷയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. എന്താ? വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയിൽ എന്ത് നടന്നു? ചോദിച്ചു, തെക്കൻ പാട്ട് ചോദിച്ചു, അല്ലേ? വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് എന്താണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ ആയോധന കല ഏതാണെന്നറിയാം? ലോകത്തിലെ ആദ്യത്തെ ആയോധന കല രൂപം കൊണ്ടത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, വടക്കൻ കേരളത്തിലാണ്. കടത്തനാട്, കോലത്തനാട്, വയനാട് എന്നീ പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്ന തച്ചോളി, പുത്തൂരം കുടുംബത്തിലുണ്ടായിരുന്ന തറവാട്ടുകാരുണ്ടാക്കിയെടുത്തിരിക്കുന്ന കലാരൂപമാണ് ലോകത്തിലെ ആദ്യത്തെ ആയോധന കലയായ കളരിപ്പയറ്റ്. ഈ കളരിപ്പയറ്റിലെ പ്രഗത്ഭരെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന പാട്ടുകളെയാണ് എന്ത് പറയുന്നത്? വടക്കൻ പാട്ട്. വടക്കൻ പാട്ടിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അറിയോ? കഥാപാത്രങ്ങളായിരിക്കും. കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ട പേരുകൾ എന്തൊക്കെയാ? തച്ചോളിയോധേനൻ, ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച, പാലാട്ട് കോമൻ, ആരോമൽ ഉണ്ണി, പൂമത്തെ പൊന്നമ്മ, പയ്യമ്പള്ളി ചന്തു, മതിലേരിക്കന്നി, തച്ചോളി കുഞ്ഞിച്ചന്തു, കുറുളി ചേകോൻ, അല്ലേ? അതായത് വീരപുരുഷന്മാരുടെ പേര്, നമ്മുടെ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട പോരാളികളുടെ പേര് പറഞ്ഞാൽ അവർ വടക്കൻ പാട്ടിലെ കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ തെക്കൻ പാട്ടോ? ബദല് വേണ്ടേ? വടക്കൻ പാട്ടായാൽ തെക്കൊരു തെക്കൻ പാട്ട് വേണം. അവിടെ ഏത് വീരപോരാളി, അല്ലേ? തെക്കൻ കേരളത്തെ സംബന്ധിച്ച് വേലുത്തമ്പി ദളവ എന്ന വീര പോരാളിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വടക്കൻ കേരളത്തിൻ്റെ അത്രയും പറയാൻ മാത്രം തെക്കൻ കേരളത്തിൽ വീര പോരാളികളില്ല, അല്ലേ? അപ്പം അവർക്കൊരു തെക്കൻ പാട്ടുണ്ടാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ആ തെക്കൻ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രം എന്ത് ചെയ്തു? പാട്ടുകളായിട്ട് എഴുതി. തെക്കൻ കേരളം ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രം പാട്ടുകളായിട്ട് എഴുതിയതാണ് എന്ത്? തെക്കൻ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, തെക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കഥാപാത്രങ്ങളുടെ പേര് കൂടുതൽ ചോദിക്കില്ല. കാരണം എന്താണെന്നറിയോ? തെക്കൻ പാട്ടിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാക്കന്മാരായിരിക്കും. കാരണം അത് നമുക്ക് അറിയാം.
അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? കൃതികളായിരിക്കും അല്ലേ? തെക്കൻ പാട്ട് കൃതികളായിരിക്കും നമ്മളോട് ചോദിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോര്. മറ്റൊരു കൃതിയാണ് കണിയാകുളം പോര് പാട്ട്. മറ്റൊരു കൃതിയല്ല, മറ്റൊരു പേര്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര്, അതിൻ്റെ മറ്റൊരു പേരാണ് കണിയാകുളം പോര് പാട്ട്. ഉലകുട പെരുമാൾ പാട്ട്, പഞ്ചവൻ കാട്ടുനീലിപ്പാട്ട്, രാമേശ്വര യാത്രാപ്പാട്ട്. നമ്മുടെ എന്താ പറയുക, കാർത്തിക തിരുനാൾ രാമവർമ്മയില്ലേ, ധർമ്മരാജ, കിഴവൻ രാജ, അദ്ദേഹം രാമേശ്വരത്ത് തീർത്ഥാടനത്തിന് പോയ കഥ പാട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണെന്ത് തെക്കൻ പാട്ടെന്ന് പറയുന്നത്. ഭൂതത്താൻ പാട്ട്, കന്നഡിയാൻ പാട്ട്, അഞ്ചുതമ്പുരാൻ പാട്ട്, ഇടനാടൻ പാട്ട്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ചുമർ ചിത്രകലയെക്കുറിച്ചാണ് പറയുന്നത്. കേരളീയ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ 2ാം കാലഘട്ടമാണ് ചുമർ ചിത്രകല എന്ന് പറയുന്നത്. കാരണം ആദ്യം കളമെഴുത്താണ് അല്ലേ, നിലത്ത് വരച്ച് തുടങ്ങി, പിന്നീട് ചുമരിലേക്ക് വരച്ച് തുടങ്ങി. അതാണ് ചുമർ ചിത്രകല എന്നറിയപ്പെടുന്നത്. ആ ചുമർ ചിത്രകല എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അതിനെ പറയുന്നൊരു പേരെന്താ? മ്യൂറൽ പെയിൻറ്റിങ് എന്നാണ്. മ്യൂറൽ പെയിൻ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ ചുമർ ചിത്രവും എന്തല്ല, മ്യൂറൽ പെയിൻ്റ് അല്ല കേട്ടോ. ആദ്യകാലത്തൊക്കെ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ചിത്രം വരയ്ക്കാറുള്ളത്. ആ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്ത് ശ്രദ്ധിക്കണം? ആ നിറം, അല്ലെങ്കിൽ കൂടുതലും പൊടികളൊക്കെ ആയിരിക്കും അല്ലെ, ഇലയോ പൂവോ ഒക്കെ പൊടിച്ചതൊക്കെ ആയിരിക്കും നിറം. അത് ചുമരിൽ പറ്റി പിടിച്ച് നിൽക്കണം അല്ലേ, ചുമർ ചിത്രം അല്ലേ. അപ്പോൾ അത് പറ്റി പിടിക്കണമെങ്കിൽ എന്ത് വേണം? പശ വേണം. അപ്പോൾ പശ ഉപയോഗിച്ചിട്ടാണ് ചുമർ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ പശ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, 2 രീതിയിൽ വരയ്ക്കാം. ആദ്യം പശ തേക്കുക, പശ ഉണങ്ങുന്നതിന് മുൻപേ ചിത്രം വരയ്ക്കുക. അതിന് നമ്മൾ പറയും ഫ്രസ്കോ. പശ ഉണങ്ങിയ ശേഷം വരയ്ക്കുക, അതാണ് മ്യൂറൽ. ഓക്കെ, അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചുമർ ചിത്രങ്ങൾ നമുക്കറിയാലോ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, ഗുഹാക്ഷേത്രങ്ങളിൽ, കൊട്ടാരങ്ങളിൽ, അതുപോലെ തറവാട് വീടുകളിലൊക്കെ ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷം 1599 ശേഷം ചർച്ചുകളിലൊക്കെ നമ്മുടെ ചുമർ ചിത്രങ്ങൾ കടന്നു വന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചുമർ ചിത്രത്തിന് ഉപയോഗിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രകൃതിദത്ത നിറങ്ങളാണ്. പിന്നീട് അതിലേക്ക് എന്ത് വന്നു? അക്രിലിക് നിറങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി, ആർട്ടിഫിഷ്യലായിട്ടുള്ള നിറങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഫ്രസ്കോ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? പശ ഉണങ്ങുന്നതിന് മുൻപ് വരയ്ക്കുക. മ്യൂറൽ എന്താണ്? ഉണങ്ങിയ ശേഷം വരയ്ക്കുക അല്ലേ. ഏറ്റവും കൂടുതൽ ചുമർ ചിത്രങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. നമ്മുടെ സ്ഥാനം 2 കേട്ടോ. കേരളം 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ചുമർ ചിത്രം ഏത്? കേരളത്തിലെ ഏറ്റവും പഴയ ചുമർ ചിത്രം ഏതല്ലേ? കേരളത്തിലെ ഏറ്റവും പഴയ ചുമർ ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പൊന്നുമില്ല. കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ എവിടെയാണ്? തിരുനന്ദിക്കര. തിരുനന്ദിക്കര എന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയോ? തിരുവിതാംകൂറിലാണ്. പഴയ തിരുവിതാംകൂറിലാണ്. കന്യാകുമാരിക്കടുത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ തിരുനന്ദിക്കര. കന്യാകുമാരിക്കടുത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. ഈ തിരുനന്ദിക്കരയിലെ ഗുഹാക്ഷേത്രത്തിൽ വരച്ചിരിക്കുന്ന ചുമർ ചിത്രമാണ് കേരളത്തിലെ ഏറ്റവും പഴയ ചുമർ ചിത്രം എന്ന് കരുതുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരം ഏതെന്ന് ചോദിച്ചാൽ എവിടെയാ? അത് കോട്ടയത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ പലരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഏതാ? എവിടെയാണ്? ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം അല്ലേ? എന്നാൽ അതല്ല കേട്ടോ. ഇപ്പം വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് ഗാലറിയിൽ അവിടെ വരച്ചിരിക്കുന്ന ചുമർ ചിത്രം. ആറന്മുളയിലെ കുറച്ച് വിദ്യാർത്ഥികളും ഗുരുക്കന്മാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് വരച്ചിരിക്കുന്ന ഒരു വലിയൊരു ചുമർ ചിത്രമുണ്ട് വർക്കലയിൽ. അതാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം. നമ്മുടെ ഗജേന്ദ്രമോക്ഷം എങ്ങോട്ട് പോയി? 2ാം സ്ഥാനത്തേക്ക് പോയി കേട്ടോ. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം 2ാം സ്ഥാനമാണ്. ഗജേന്ദ്രമോക്ഷം എവിടെയാ? ആലപ്പുഴയിൽ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ് എന്ന കാര്യം ഓർക്കുക. അഘോരമൂർത്തി ചുമർ ചിത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലാണ് അഘോരമൂർത്തി ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മളൊന്ന് പരിചയപ്പെടുന്നു. രാജാ രവിവർമ്മ അല്ലേ? രാജാ രവിവർമ്മ എന്ന് പറഞ്ഞാൽ മലയാളിയാണ് എന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നതാണ്. കാരണം എന്താ? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രകാരൻ എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടാൽ മനസ്സിലാവും, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. അതുകൊണ്ട് കേരളത്തിൽ ഒതുക്കിയിട്ടില്ല അദ്ദേഹത്തെ അല്ലേ. നോക്കൂ, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് അദ്ദേഹം. അവിടെ കാര്യം ശ്രദ്ധിക്കുക,
ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ, കാരണം ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നന്ദലാൽ ബോസാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് ആര്? രാജാ രവിവർമ്മ. ചിത്രമെഴുത്ത് വലിയ കോയിത്തമ്പുരാൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജാവ്, രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ. ഇദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞാൽ, അദ്ദേഹം ജനിക്കുന്നത് 1848 1906 അദ്ദേഹം മരിച്ചു. കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുള്ളൂ അല്ലേ? തിരുവനന്തപുരത്ത് കിളിമാനൂർ കൊട്ടാരത്തിൽ ജീവിച്ച് വളർന്ന് ചിത്രം വരച്ച് പഠിച്ച നമ്മുടെ രാജാ രവിവർമ്മ തൈക്കാട്ടയിൽ നിന്നും സംസ്കൃതം പഠിച്ചു. തിയോഡർ ജാൻസണിൽ നിന്നും ഓയിൽ പെയിൻറ്റിങ് പഠിച്ചു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയായി മാറി. 1971 അദ്ദേഹത്തിൻ്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. രണ്ടാമത്തെ മലയാളി എന്ന് പറയാൻ കാരണം അതിനു മുൻപ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാമ്പ് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഓക്കെ. 1904 മരിക്കുന്നതിന് 2 വർഷം മുൻപ് അദ്ദേഹത്തിന് കേസറി ഹിന്ദ് പുരസ്കാരം നമ്മുടെ കഴ്സൺ പ്രഭു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. ആദ്യത്തെ ചിത്രം നോക്കൂ, ദാ അച്ഛൻ വരുന്നു, ദേർ കംസ് പപ്പ. 1893 വിവേകാനന്ദനോടൊപ്പം ചിക്കാഗോ സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ രവിവർമ്മ അവിടെ വെച്ച് വരച്ചിരിക്കുന്ന ചിത്രമാണിത്. ദാ അച്ഛൻ വരുന്നു. മുല്ലപ്പൂ ചൂടിയ നായർ വനിത മദ്രാസിൽ വെച്ച് വരച്ച ചിത്രമായിരുന്നു അല്ലേ? രാധാമാധവിയും വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, സീതാ സ്വയംവരം, അമ്മയും മകനും, തമിഴ് മഹിളയുടെ സംഗീതാലാപനം, വിശ്വാമിത്രനും മേനകയും, ദാരിദ്ര്യം, പരുമലയച്ചൻ. ഓക്കെ, രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് മാത്രമേ നമുക്ക് പറയാൻ സമയമുള്ളൂ. ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ, അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്ന ഭാഗം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്കറിയാമല്ലോ, സിലബസിൽ അടുത്തിടെ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ ജ്ഞാനപീഠം. ജ്ഞാനപീഠ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിലൊക്കെ ചോദിക്കുന്ന ചോദ്യം വിരളമായിരുന്നു. ചോദിക്കുന്ന ചോദ്യം എന്താ? ആദ്യമായിട്ട് ലഭിച്ചത് ആർക്ക്? ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക്. അതിലുപരിയായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഡെപ്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രസ്താവനയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജ്ഞാനപീഠത്തെ നമുക്കൊന്ന് പൂർണ്ണമായിട്ട് അങ്ങ് പഠിച്ചാലോ? നോക്കാം അല്ലേ? ഓക്കെ, ജ്ഞാനപീഠത്തിൻ്റെ ഒരു ടൈം ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, ജ്ഞാനപീഠം എന്ന് പറഞ്ഞാൽ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു പുരസ്കാരം ആയിട്ടില്ല. അതിന് മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് ശരിക്കും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഭാരതീയ ജ്ഞാനപീഠം എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ആയിരുന്നു. 1944 ശാന്തിപ്രസാദ് ജെയിൻ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓണേഴ്സിൽ ഒരാളാണ് അല്ലേ ശാന്തിപ്രസാദ് ജെയിൻ. ഈ ശാന്തിപ്രസാദ് ജെയിൻ 1944 ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു, ഭാരതീയ ജ്ഞാനപീഠം. എന്തിനു വേണ്ടിയിട്ടാ? പണ്ട് കാലത്തുണ്ടായിരുന്ന താളിയോലക്കെട്ടുകളിൽ എഴുതിയിരിക്കുന്ന അപ്രകാശിത ഗ്രന്ഥങ്ങളെ പുറം ലോകത്തെത്തിക്കുക, പ്രകാശിപ്പിക്കുക. പ്രധാനമായിട്ടും പറഞ്ഞാൽ സംസ്കൃതത്തിലോ പാലി ഭാഷയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രാകൃത ഭാഷകളിലോ ഒക്കെ എഴുതപ്പെട്ട പഴയകാല പുസ്തകങ്ങൾ എന്ത് ചെയ്യുക? പുറം ലോകത്തെത്തിക്കുക. അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ട്രസ്റ്റ്, അത്രയേ ഉള്ളൂ. എന്നാൽ 1961 ആയപ്പോൾ എന്ത് ചെയ്യുവാണ്? ഇതൊരു അവാർഡാക്കി മാറ്റുവാണ്. കൃത്യം പറഞ്ഞാൽ മെയ് 22 ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ കൃതി കണ്ടെത്തൂ, അതിന് അവാർഡ് കൊടുക്കൂ. 1 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ ഒരു വെങ്കല ശില്പവും ഒക്കെ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിപ്പം വളർന്ന് 11 ലക്ഷം രൂപ വരെ എത്തിയിട്ടുണ്ട്. 1961 മെയ് 22 ജ്ഞാനപീഠ പുരസ്കാരം ആരംഭിച്ചു. ഈ പുരസ്കാരം കൊടുക്കുന്നത് ഒരു പുസ്തകം നോക്കിയിട്ടാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലുള്ള പുസ്തകം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. ഒരു ഭാഷയ്ക്ക് 1 വർഷം ജ്ഞാനപീഠം കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും കൊടുക്കാൻ പാടുള്ളൂ. ഇത്തരം ചില നിയമങ്ങളിലൂടെ ജ്ഞാനപീഠ പുരസ്കാരം ആരംഭിച്ചു. 1965 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത് അല്ലേ? ആർക്കാ? ജി ശങ്കരക്കുറുപ്പിന്. ഏത് കൃതിക്കാ? ഓടക്കുഴൽ എന്ന കൃതിക്ക്. 1967 ആശാപൂർണാദേവിക്ക്, ആശാപൂർണാദേവി എന്ന് പറയുന്ന ബംഗാളി കവിക്ക് അവരെഴുതിയിരിക്കുന്ന പ്രഥം പ്രതിശ്രുതി എന്ന് പറഞ്ഞ കൃതിക്ക് ജ്ഞാനപീഠം കൊടുത്തപ്പോൾ അവരായി മാറിയ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വനിത.
1980 വീണ്ടും ഒരു മലയാളി വരുന്നു, എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാള നോവലിസ്റ്റ് എന്ന് പറയുന്ന സ്ഥാനം ആർക്ക് കിട്ടി? അത് എസ് കെ പൊറ്റക്കാടിന് കിട്ടി. ആദ്യത്തെ നോവലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ നോവലിസ്റ്റ് ആരാണ്? താരാശങ്കർ ബന്ധോപാധ്യായ. എന്നാൽ ജ്ഞാനപീഠം നേടിയിരിക്കുന്ന ആദ്യത്തെ മലയാള നോവലിസ്റ്റ് എന്ന് ചോദിച്ചാൽ ആരാ? അത് എസ് കെ പൊറ്റക്കാട്. 1982 18ാമത്തെ ജ്ഞാനപീഠമാണ്. മഹാദേവി വർമ്മ ഹിന്ദി പുസ്തകമായ യാമ എന്ന പുസ്തകത്തിന് മഹാദേവി വർമ്മയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നു. ആ ജ്ഞാനപീഠ പുരസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു പുസ്തകത്തിന് നൽകുന്ന അവസാന ജ്ഞാനപീഠം. അപ്പോൾ അതിന് ശേഷം എന്താ? സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം കൊടുത്തിരിക്കുന്നത്. അതായത് 1983 മസ്തി വെങ്കടേശ അയ്യർ കന്നഡ ഭാഷയിൽ ഉള്ളൊരു കവിയാണ് അല്ലേ. അവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാവർക്കും എന്തിനാ? സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. 84 തകഴിക്ക് ലഭിക്കുന്നു. ഏത് നോവലിന് എന്നൊരു ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം എന്താ? സമഗ്ര സംഭാവനയ്ക്കാണ്. ഇനി അങ്ങോട്ട് എല്ലാവർക്കും. 95 MT വാസുദേവൻ നായർക്ക് സമഗ്ര സംഭാവനയ്ക്ക്. 2003 നോക്കിയേ. പോസ്റ്റൽ സ്റ്റാമ്പ് 2003 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു തീരുമാനം എടുക്കുന്നു. എന്താ? ജ്ഞാനപീഠ പുരസ്കാരം നേടിയിരിക്കുന്ന എല്ലാവർക്കും സ്റ്റാമ്പ് ഇറക്കുക. എല്ലാവർക്കും സ്റ്റാമ്പ് ഇറക്കുന്ന ഇന്ന് തന്നെ 2003. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയതെന്ന് 2003. എസ് കെ പൊറ്റക്കാടിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയതെന്ന് 2003. തകഴിയുടെ സ്റ്റാമ്പ് ഇറക്കുന്നതെന്ന 2003. MT വാസുദേവൻ നായരുടെ സ്റ്റാമ്പ് ഇറക്കുന്നതെന്ന 2003. ONV കുറുപ്പിൻ്റെ സ്റ്റാമ്പ് ഇറക്കുന്നതെന്ന സ്റ്റാമ്പില്ല. കാരണം എന്താ? ONV കുറുപ്പിന് 2007 ജ്ഞാനപീഠം അല്ലേ. 2013 നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഷകളുടെ അടിസ്ഥാനത്തിലാണ് ജ്ഞാനപീഠം കൊടുത്തതെന്ന് പറഞ്ഞു. 2013 എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഇംഗ്ലീഷ് ഭാഷ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 2018 അമിതാവ് ഘോഷിന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം കൊടുത്തു. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠം അല്ല, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തത്തെ ഓർക്കാൻ തന്നെ നമുക്ക് ഒരു കൃതിയുണ്ടല്ലേ, 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്ന വർഷമാണ് 2019. 2025 ആർക്ക് കിട്ടി? ആർ വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു അല്ലേ. 2025 ആനുകാലികമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആർ വൈരമുത്തു ഒന്നുകൂടെ ഓർത്ത് വെച്ചോളൂ. ആർ വൈരമുത്തുവിന് 2025 ജ്ഞാനപീഠം. 2002 1975 എന്തിന് ലഭിച്ചിട്ടുണ്ട്? തമിഴിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 2002 1975 2015. കാരണം വൈരമുത്തു തമിഴ് ഭാഷയിലുള്ള ഒരു കവിയാണ്. അതുപോലെ തന്നെ ആർ വൈരമുത്തുവിന് 2003 പത്മശ്രീ നൽകിയിട്ടുണ്ട്. 2014 പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരവും കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്തു. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഒരിക്കൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമുക്ക് കേവലം കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യണമായിരുന്നു? ഈ ഒരു ഭാഗം നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകണമായിരുന്നു. ഞാനതിലൊരു ത്രെഡ് നിങ്ങൾക്ക് തന്നു. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് കായികം എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ കായികം എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വരുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് സമയം അടുത്തു, കൂടുതൽ സമയം നമുക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ആനുകാലിക ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലെ സ്പോർട്സ് കണ്ടൻസ് നിങ്ങൾ നല്ല പോലെ ഒന്ന് വായിക്കുക, പഠിക്കുക. കാരണം കൂടുതൽ ചോദ്യങ്ങളും കായികം വരുന്നത് എവിടെ നിന്നാണ്? കറണ്ട് അഫയേഴ്സ് നിന്നാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പ്രിലിമിനറി പരീക്ഷ ഒന്ന് പാസ്സായിട്ട് ആ കടമ്പയൊന്ന് ചാടിക്കടന്ന് നിങ്ങൾ വരൂ. നമുക്കെന്ത് ചെയ്യാം? കായികവും അതുപോലെ തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.